നമസ്കാരം. അവർ ഗസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിത്തീരിക്കുന്നത് മലയാള നാടകവേദിയിലും സീരിയലിലും സിനിമയിലും ചിത്രകലയിലുമൊക്കെയായി തൻ്റെതായ പ്രാഗൽഭ്യം തെളിയിച്ച കൊച്ചിയിലെ അനുഗ്രഹീതനായ ശ്രേഷ്ഠനായ ഒരു കലാകാരൻ ശ്രീ രാധാകൃഷ്ണൻ. ഇടക്കൊച്ചിയാണ് സ്വദേശം. അതിലുപരി 10-25 വർഷക്കാലം കൗൺസിലറായി തൻ്റെ സേവനമനുഷ്ഠിച്ച പ്രഗത്ഭനായ ഇടക്കൊച്ചിയിലെ ആയുർവേദ ചികിത്സകൻ കുട്ടികൃഷ്ണൻ വൈദ്യരുടെ മൂത്ത മകൻ രാധാകൃഷ്ണൻ ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കുറേ കാലമായി രാധപ്പൻ ചേട്ടൻ ഇങ്ങനെ അഭിമുഖം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരോഗ്യപരമായ കാരണത്താൽ സുഖമില്ലായ്മയും പലതൊക്കെ വന്നുകൊണ്ട് ഞാൻ പലപ്പോഴും വിളിച്ചു പോകാതെ അങ്ങനെ പോവുമായിരുന്നു. ഇപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി രാധപ്പൻ ചേട്ടൻ്റെ. രാധപ്പൻ ചേട്ടൻ സിനിമയിൽ സീരിയലൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയായിരുന്നു കലാരംഗത്തേക്കുള്ള പ്രവേശനം രാധപ്പൻ ചേട്ടൻ്റെ? ചിത്രകലയിലാണോ അതോ നാടകത്തിലാണോ? കലാരംഗത്തേക്കുള്ള പ്രവർത്തനം ചിത്രകലയിലാണ്. ശരി. ചിത്രകല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ തുടങ്ങും. അച്ഛനത് ഇഷ്ടമല്ല, എടുത്ത് കീറിക്കളെ. പിന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമില്ലേ, ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കയറി വന്ന് 2 വൻ ശക്തികളുണ്ട്. ഇന്ന് TKC പടത്തില, ഇന്ന് കെ ബാലകൃഷ്ണൻ സാർ എന്ന് പറയും. അന്ന് കേരള ഇന്നൊന്നും അല്ല, അന്നും വലിയ ആള് തന്നെയാണ്. അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്ന് ചോദിച്ചു, ഇതാരാ ഈ പടം വരച്ചെന്ന് ചോദിച്ചു. അച്ഛനാണെങ്കിൽ ഞാൻ വരച്ച അപ്പൊ കയറി കളയുക, തല്ലുക, ഇതൊക്കെ സ്ഥിരം പണിയാണ്. എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആർക്കും മാറ്റാൻ പറ്റില്ല. വരച്ചോണ്ടേയിരുന്നു. ആ അച്ഛൻ പറഞ്ഞ് ഇവനാണ് വരച്ചതെന്ന് പറഞ്ഞു. ഒരു ഉഴപ്പ് നടക്കുവാണ്, ഒരു കാര്യം ഉഴപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ഉഴപ്പായിരുന്നു. എന്നാൽ ഇവൻ അവിടെ കൊണ്ടായിക്കൂടിയെന്ന് ചോദിച്ചു. അപ്പൊ എവിടെയെന്ന് വെച്ചാൽ ബാലൻ മാഷ് എടുത്തുകൊണ്ട് ഇവനാക്കിയാ ഇവൻ രക്ഷപ്പെടും. അവിടെ ആകുമ്പോ ശിക്ഷയും കിട്ടും, പടവും വരയ്ക്കും. ആർട്ടിസ്റ്റ് VM ബാലൻ അന്നത്തെ വൻ ചിത്രകാരനാണ്, അറിയപ്പെട്ട. അന്ന് കേശവൻ വൈദ്യരെന്നല്ലേ ഈ ചന്ദ്രിക സോപ്പിന്റെ, ആ സോപ്പിന്റെ എന്റെ ഡിസൈൻ ചെയ്തതും മാത്രമല്ല സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അടുത്തുകൊണ്ട് എന്നെ കൊണ്ടാക്കി ഉഴപ്പിൽ നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടാക്കുകയാണ്. ഈ വരച്ച ചിത്രമാരുടേതായിരുന്നു? ഡോക്ടർ അംബേദ്കർ. വെറുതെ വരച്ചോണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണ് നമ്മളെ കൊണ്ട്. അതിനിടയ്ക്ക് ഞാൻ നോട്ടും വരച്ചു. വെറുതെ നോട്ട് വരുമ്പോഴാണ് അപ്പോഴാണ് അച്ഛൻ ഇഷ്ടപ്പെടാഞ്ഞത്. രാത്രി ഇരുന്ന് നോട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് തല്ല്. പക്ഷെ ഇതൊന്നും അല്ല, നമ്മളിങ്ങനെ മനസ്സിനകത്ത് കാണുന്ന സാധനം വരച്ചോണ്ടിരിക്കുന്നു. വേറെ പണിയില്ലല്ലോ. വീട്ടിലിത്തിരി പണിയുണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ പിന്നെ ഉഴപ്പ്. ബാലൻചേട്ടൻ്റെ അടുത്ത് പോയിട്ടുള്ള സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ബാലന്മാരുടെ പോയിട്ട് ബ്രഷ് തന്നു, വരയ്ക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതും ഞാൻ ആരാകണമെന്നുള്ളൊരു തോന്നൽ വന്നതും അവിടെ വെച്ചാൽ. അതുവരെ ഞാൻ ആരാകണമെന്നല്ല ഒളിച്ചു പോയി. വീട്ടിൽ നിന്ന് ഒളിച്ചു പോയിട്ടുണ്ട്. തല്ലും ഇത് എപ്പോൾ നോക്കിയാലും ബഹളവും കാരണം അരി വയ്ക്കാനുള്ള കാശും കൊണ്ട് ഒളിച്ചു പോയി. തിരിച്ചു വന്ന് അപ്പൊ ഇതാണ് സംഭവം. ബാലമാഷ അടുത്ത് പഠിപ്പിച്ചു. അവിടെ നിന്ന് വരയ്ക്കുക. മാഷ് പറഞ്ഞ് സ്റ്റുഡിയോ പോകണം, പുതിയ സ്റ്റുഡിയോ പോകണം. അവിടെ ചെല്ലും, ആലപ്പുഴ ഒരു സ്റ്റുഡിയോ ചെല്ലും. അവിടെ നിന്നിട്ട് ഈ ഡിസൈൻ ചെയ്യാൻ സാറിട്ട് തരും, ഞാൻ വരയ്ക്കും. അങ്ങനെ ചെല്ലുമ്പോഴാണ് അയ്യോ ഇവരൊക്കെയാണ് ഈ സിനിമ നടന്മാരെന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. നസീർ സാറേ, സത്യൻ സാറേ, ഉമ്മർ സാറേ, അങ്ങനെ ഇതാണ് സ്റ്റുഡിയോ എന്ന് കാണുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഒരു മൂലക്കിരുന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പൊടിക്ക് ഗ്ലാമറൊക്കെ ഉണ്ടെന്ന് എനിക്ക്. അപ്പൊ എപ്പോഴും വന്നിങ്ങനെ ഒരാളെന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ ഉദയ സ്റ്റുഡിയോയില് ഞാൻ വരച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഇതാണല്ലേ പ്രേം നസീർ എന്ന് കാണുന്നത്. പ്രേം നസീർ, സത്യൻ, ഉമ്മർ സാറ്, ഷീലാമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണുന്ന അന്നാണ്. ഏതോ ഒരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരെ പോലും ഞാനിവിടെ കാണുന്നു. അത്ര സൗന്ദര്യം ഇതുങ്ങളൊക്കെ. ഇടക്കൊച്ചൊക്കെ ആദ്യമായിട്ട് കണ്ടത് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ ഇവരുടെ പുറകെ നടക്കുക. ഇവർ എനിക്ക് എവിടെയും പോവാം, കാരണം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം എവിടെയും പോവാം. എൻ്റെ വരയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചും കൂടി പോയിരുന്നു. തിരിച്ചു പോകുന്നു കഴിഞ്ഞ് അപ്പോഴാണ്
അപ്പൊ ഇവരെല്ലാം കണ്ടപ്പോഴേക്ക് ഈ അഭിനേതാക്കളോടൊരു താല്പര്യമുണ്ട്. അത് നാടകരംഗത്തൊക്കെ വരുന്ന ഇടക്കൊച്ചിയിൽ വന്നതിന് ശേഷം വല്ല നാടകം കളിച്ചായിരുന്നോ? പിന്നെ അവിടെ വന്ന ശേഷമാണ് ഒരു ആഗ്രഹം തോന്നുന്നത്. അങ്ങനെ PGM ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുകയാണ്. അന്ന് വരയ്ക്കാനും പോകും, ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടും. നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ റിഹേഴ്സലിന് ഞാൻ പോകും. അഭിനയിക്കണമെന്നില്ല, റിഹേഴ്സലിൽ പോയി എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ സഹായിച്ചൊക്കെ നിൽക്കും. അങ്ങനെ നാടകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ, അയാളുടെ പേര് പോപ്പച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇടക്കൊച്ചില്ല, നമ്മൾ പറയാൻ പാടില്ല, പോപ്പച്ചൻ എന്നാ വിളിച്ചു പോണ്. ചിദംബരം ചേട്ടനാണ് അദ്ദേഹം. അപ്പൊ ഞാൻ കേട്ടത് പോപ്പച്ചൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടാ എനിക്ക് വലകെട്ടാൻ പോണ സമയമില്ല, മത്സ്യത്തൊഴിലാളിയാണ്, നീ ഒന്ന് കയറാന്ന് പറഞ്ഞു. ഞാൻ കയറാന്ന് പറഞ്ഞു. വേറെ റോളെന്താന്ന് വെച്ചാൽ ഡയലോഗൊന്നും ഇല്ല, നീ പെണ്ണിനെ എടുത്തോണ്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അരൂരിൽ എഴുതിയാണെന്ന് തോന്നുന്നു. ആ പെണ്ണിനെ ഒരു പെണ്ണിനെ ആദ്യമായിട്ട് എടുക്കണതാണ് ഞാൻ. എന്നാ ആയിക്കോട്ടെ എന്ന് കരുതി ഞാനെടുത്ത് അങ്ങോട്ട് എന്ന് പറഞ്ഞത്, സാർ അവൾ മരിച്ചു, ഇതാണ് എന്റെ ഫസ്റ്റ് ഡയലോഗ്. ഇത് കഴിഞ്ഞ് തിരിച്ചവിടെ കൊണ്ടിട്ട് എന്നിട്ട് ഞാൻ പോവുകയും ചെയ്തു. നമ്മുടെ പോർഷൻ ആ റോള് തീർന്നതോടുകൂടി അപ്പോഴൊക്കെ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ അഭിനയിക്കണം, കൊള്ളാല്ല ഈ പരിപാടി. അപ്പൊ ഉദ്യാസത്തിലുള്ള ഓർമ്മ വന്ന് അങ്ങനെ പല വരുമ്പോഴത്തേക്കും വീണ്ടും ബാലമാഷിനടുത്ത് ബാലമാഷ് സഹായിച്ച് അവിടെ നിന്ന് പോകാറുണ്ട് നമ്മള്. അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മോഹമൊക്കെ വന്ന് അതവിടെ നിൽക്കട്ടെ. വീണ്ടും ക്ലബിന്റെ നാടകത്തിൽ വീണ്ടും നല്ല നല്ല നാടകങ്ങൾ അഭിനയിച്ചു. PSS കൈമൾ എഴുതിയ സൽക്കല ക്ഷേത്രം എന്ന നാടകത്തിനകത്ത് സമിതി, അത് സാലപഞ്ചിക, പിന്നെ ധർമ്മക്ഷേത്ര, 5-6 നാടകങ്ങളുണ്ട്. ലയഭംഗം, കർക്കിടകം, അതൊക്കെ നല്ല നല്ല റോളുകളാണ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ല ഈ കർക്കിടകത്തിലൊക്കെ നല്ല വേഷമായിരുന്നു. കർക്കിടകത്തിൽ നല്ല വേഷം, അതായത് അമ്മ ചിത്രകാരൻ, ധർമ്മക്ഷേത്രയില് ഒരു അഡ്വക്കേറ്റ് ഭ്രാന്തൻ, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. രാധപ്പൻ ചേർന്ന ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു. ഇതൊക്കെ അത് എഴുതിയത് അതിലെ ഡയലോഗ് ഏതെങ്കിലും ഓർക്കണ്ട? PSS കൈമളാണ് ഈ നാടകമൊക്കെ എഴുതിയത്. എനിക്കറിയാലോ, ഇത്രയും നന്നായിട്ട് നാടകം എഴുതാനും ഡയലോഗ് എഴുതാനും ശക്തമായ ഒരു സംഭവം ഉണ്ടാക്കാനും കൈമള കഴിഞ്ഞിട്ടല്ല ഞാൻ ആരും കണ്ടിട്ടില്ല. ഞാനിപ്പോ എത്രയോ സമിതികളിൽ പോയി, എത്രയോ ഫിലിമിലും പോയി, പക്ഷെ ഞാൻ ആരും ഇത്ര ശക്തമായിട്ട് കുറിക്കൊള്ളുന്ന ഡയലോഗ് എഴുതാൻ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു നാടകത്തിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ധർമ്മക്ഷേത്ര, മാനസികമായിട്ട് ഭ്രാന്തൻ, ആ ലാസ്റ്റ് ഡയലോഗ് എന്റെ രാഷ്ട്രീയത്തിന് അരുനിൽക്കുന്ന മതവും രാഷ്ട്രീയവും ചേർന്നിറുക്കിയ ഭരണകൂടം പ്രജ്ഞ നശിപ്പിച്ച നിയമം കഴുത്തിഞ്ഞെരിച്ച ഭാരതമാതാവ്. എന്റെ പ്രിയപ്പെട്ട നാടേ, നിന്റെ മുഖം എത്ര വികൃതമാണ്. ഈ ഡയലോഗ് എനിക്ക് കഴിയുമ്പോൾ എന്ത് കൈയടിയാന്ന് അവിടെ മുതൽ എനിക്ക് ഒരു ഇങ്ങനൊരു താല്പര്യം വന്നു ഈ അഭിനേതാവായി തുടരണമെന്നുള്ളത് അല്ലേ. നിശ്ചയിച്ച് പിന്നപ്പോ വേറെ ടീമാരെല്ലാം കുറച്ച് അഭിനയമായി. അപ്പൊ ഈ സൽക്കല തന്നെ നമ്മുടെ പുറം വേദികളിലൊക്കെ പോയിട്ടില്ലേ? പിന്നെ പല സ്ഥലത്തും പോയി കളിച്ചു. അന്ന് കൂടെ ഉണ്ടായിരുന്ന കൊച്ചിലി ശ്രീധരൻ ചേട്ടൻ, ഗംഗാധരൻ ചേട്ടൻ, ജനാർദ്ദനൻ, ബോസ്, നമ്മുടെ AC ബോസ് അല്ല, MK ചന്ദ്രബോസ്, റെയിൽവേയിലെ രവിചേട്ടൻ, കൈമള്, രാജൻ ചേട്ടൻ, രാജൻ മരോട്ടിയൊന്നും അല്ല അറിയപ്പെടുന്നത്. നമ്മൾ പറയാൻ പാടില്ല, ഒരു സുഹൃത്ത് നിലയിൽ എനിക്ക് പറയാൻ അല്ല, സുഹൃത്ത് നിലയിൽ എനിക്ക് പറയാമല്ലോ. ഉണ്ട്. അല്ല, അവരുടെ എല്ലാം പിൻബലമാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ രംഗത്ത് വരാൻ കാര്യം വളർന്നത്. ഇപ്പൊ ഇവരെ എല്ലാം കുറി വിളിച്ചു കിട്ടുന്ന കാശ് ഇതിനൊക്കെ അങ്ങനെ അവര് ഇത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനോ അല്ല എന്നെ പോലെയുള്ള ഒരാളും ഇപ്പൊ കൈമൾ എഴുതാനും പോണില്ല, ഞാൻ അഭിനയിക്കാനും പോണില്ല, ഇവിടെ കൊച്ചിലെ നാടകവും ഉണ്ടാകാൻ പോണില്ല. ഇപ്പൊ നമ്മളൊരു നാടകം കഴിഞ്ഞു കഴിഞ്ഞാൽ റിഹേഴ്സലിന് ഇപ്പോ സലിംകുമാറിന്റെ അച്ഛൻ പ്രഭാകരൻ ചേട്ടൻ, കണ്ടത്തെ മാധവൻ ചേട്ടൻ, AS ചക്രവർത്തി ചേട്ടൻ, സുബ്രഹ്മണ്യൻ ചേട്ടൻ, ഇവരൊക്കെ വന്ന് റിഹേഴ്സൽ കാണാനിരിക്കും. അവരിൽ നിന്നുള്ള ശിക്ഷണം എന്ന് പറഞ്ഞത് നല്ലൊരു ശിക്ഷണം, ഉപദേശവും കാര്യങ്ങളും. അങ്ങനെയാണ് നമ്മള് രംഗത്ത് നിന്ന് ഇടക്കൊച്ചിരുന്ന് ഇല്ലത് ഇല്ല, അങ്ങോട്ട് പോവാണ്. അപ്പൊ നമ്മള് ഗംഗാധരൻ ചേട്ടന്റെ എന്തോ സഹായമൊക്കെ ഉണ്ടായിട്ടില്ലേ? പിന്നെ ഉണ്ടാൻ ഗംഗാധരൻ ചേട്ടൻ
ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് പറയാൻ പാടില്ല, അവരെല്ലാം ഈ പേരിലാണ് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു. കുഴപ്പമില്ല. എന്താ എന്നിട്ട് ഗംഗാധരനൊക്കെ നന്നായിട്ട് പിൻബലം എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ അപ്പുറത്ത് മാറി നിൽക്കും. നമുക്കൊക്കെ സെക്യൂരിറ്റിയാണ് അവര്. അവരുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ ഈ സാധനം ചെയ്യണത്. പക്ഷെ മോശമായ ഡയലോഗ് വരികയോ അഭിനയത്തിന് മോശമായി ചെയ്തു കഴിഞ്ഞാൽ ചീത്ത കേൾക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് പിൻബലമാണ്, അടിച്ച് കയറുകയാണ്. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റും. ഈ അമേച്ചർ കലാസമിതികളിൽ ഇത്ര മാത്രം നമ്മുടെ മാത്രമല്ല. പിന്നുണ്ട്, ഈ ഇടയ്ക്കാണ് കുമ്പളത്ത് സരസൻ എഴുതിയ സമാന്തരന്തര നാടകം എന്നെ അവര് അന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് വിളിക്കാൻ വേണ്ടി. സരസനുണ്ട്, വിജയനുണ്ട്, അവരുടെ നാടകത്തിൽ അഭിനയിച്ചു. ആ ഇടയ്ക്കാണ് പിന്നെ അർജുന മാഷ് അന്ന് അങ്ങ് മിക്കപ്പോഴും വീട്ടിൽ വരും. അച്ഛനെ മരുന്നിനൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്ന് പ്രൊഫഷണൽ ട്രൂപ്പിൽ അഭിനയിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ശരി ഗീതയിൽ കയറിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ധർമ്മഞ്ജനോട് എനിക്ക് അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല. ധർമ്മഞ്ജന ഗീതയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും കാണുന്നത് അർജുന മാഷല്ലേ, എപ്പോഴും മിക്കപ്പോഴും വരും മാഷ്. അന്ന് മാഷ് മാത്രമല്ല, എന്റെ ചേട്ടനുണ്ട് ശ്രീമൂലൻ വിജയൻ, അന്ന് കാളിദാസത്തിൽ അഭിനയിക്കുന്നു. പക്ഷെ അവിടെ ഒന്നും ഞാൻ പറയാറില്ല. അങ്ങനെ യാദൃശ്യം കണ്ടപ്പോ ഞാൻ മാഷ് എനിക്കൊന്ന് ഗീതയിൽ അഭിനയിച്ചാൽ കൊള്ളാം, നോക്കട്ടെ. അങ്ങനെ ഏതോ ഒരു കാരണവശാൽ കൈമളുടെ നാടകം ധർമ്മക്ഷേത്ര നാടകം ധർമ്മഞ്ചേട്ടൻ ഇവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അർജുന മാഷൊക്കെ ഉണ്ട്, കാണാനിടയായി. അപ്പൊ അവർക്ക് തൃപ്തിയായി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, എന്തറിയാം, നേരത്തെ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ ആദ്യം പറയാം, മാഷ എനിക്കൊരു വേണമെന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞ് നരസിംഹ ലോഡ്ജിൽ വരിക ഒരു ദിവസം. ഞാൻ പറയാം. അങ്ങനെ ഞാൻ അങ്ങോട്ട്, പക്ഷെ അത്രയും എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ അഭിനയിക്കാനുള്ള ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലാണ്. അവിടെ ചെന്നു. പക്ഷെ എല്ലാപ്പോഴത്തേക്കും ഇവരൊക്കെ ഉണ്ട്, ചച്ചോൺ സാറൊക്കെ കണ്ട് പരിചയപ്പെട്ടു. കുഴപ്പമില്ല, ഞാൻ അവിടെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഗീതയിൽ പോയി പെട്ടിയൊക്കെ എടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഏതോ ഒരു സംഭവം നടക്കാൻ പോണ പോലെ പോകുന്നുണ്ട്. പ്രൊഫഷണൽ സമിതിയിലേക്കല്ലേ ഞാൻ പോണത്. വായ വെട്ടി 5-8 ദിവസത്തെ ഡ്രസ്സും ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത ആൾക്കാരെ യാത്രയൊക്കെ പറഞ്ഞു പോയി. അവിടെ ചെന്ന് കണ്ട കാഴ്ച നേരത്തെ സിനിമ കണ്ട പോലെ നസീർ സാറ്, സത്യൻ സാറ്, ഇവിടെ കാണുന്ന പോലെ തന്നെ PC സൈവർ, പിന്നെ KTS പടനിലി, കുറെ വില്ലൻ ചാക്കോ, അങ്ങനെയുള്ള കുറെ തലപ്പത്ത ആൾക്കാർ നിൽക്കാം. ഞാൻ മെയിനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അതറിയുമ്പോൾ ഞാൻ എനിക്കറിയാം അവിടെ എല്ലാത്തിനും നല്ല ചീത്ത പറയണ, വഴക്കുകൊണ്ട് ബഹളം, അല്പ സംസ്കൃതമൊക്കെ വനണ്ടല്ല, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ശീലമില്ല, തകർക്കാണ്. അപ്പൊ എല്ലാം ചെയ്യണം അവര് തന്നെ. അപ്പൊ എനിക്കിത് പറ്റിയ പണിയല്ല. വേഷം ചെയ്യണ ഞാനാണ്, നല്ല വേഷം ചെയ്യണ, മെയിൻ വേഷം ചെയ്യണ ഞാനാണ്. റോസിലാണ് എന്റെ നായിക. സിനിമ ഇപ്പൊ ആകണം എന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് സിനിമയിൽ. അപ്പൊ അങ്ങനെ ഞാൻ 3-ാം ദിവസം 4-ാം ദിവസം തന്നെ പെട്ടി എടുത്തോണ്ട് സ്ഥലം വിട്ടു ചങ്ങനാശ്ശേരിന്ന് വിളിച്ചു പോന്നു. എന്താണത് പോരാണ്ടായ വികാരം? പേടിച്ചു പോന്നു. ഒന്ന് ഭയന്ന്, ഈ ആർട്ടിസ്റ്റിനെ കണ്ട് ഭയന്ന്. മാത്രമല്ല കലണ്ടർ നോക്കിയപ്പോഴത്തേ 365 ദിവസവും നാടകം. എങ്ങനെ വീട്ടിൽ പോകും? ആ ഒരു ചിന്തയൊക്കെ ചിന്ത വന്നു. അയ്യോ എനിക്ക് എന്റെ അമ്മനെ കാണണം. പിന്നെ ഈ ചിന്ത വന്നിട്ട് അവിടെ പെട്ടിയെടുത്തിട്ട് കൂടിയത് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും നമ്മളിങ്ങനെ അഭിനയിക്കാനുള്ള മോഹം മനസ്സിൽ കിടക്കുകയാണ്. അങ്ങനെ വരയ്ക്കാൻ പോവും, അവന് ഇങ്ങനെ അങ്ങനെ കുറച്ചാളും മാറിയിരുന്നു. അല്ല, ഈ വരയുടെ ഇടയിൽ അതിനിടക്ക് RLB ആയിട്ട് ബന്ധപ്പെട്ട് RLB പാസ്സായി. അവിടെയല്ലേ ചിത്രകലയുടെ RLB ആർട്സ് കോളേജിലാണ് ചിത്രകല ഡിപ്ലോമ എടുത്തു. അതിനിടയ്ക്കൊക്കെ നടന്നത്. അതിനിടയ്ക്ക് ഈ വരയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാധപ്പച്ചൻ എന്റെ ഒരു ഷോക്കായിട്ട് തയ്യാറാക്കിയത്. അപ്പൊ ആ അക്കാഡമി പോയിട്ട് ഡിപ്ലോമ എടുത്ത ശേഷമാണ് ഞാൻ ഗീതയിൽ പോകുന്നത്. അത് ശരി. ഗീതയിൽ നിന്ന് വന്നതിന് ശേഷം, ഗീതയിൽ നിന്ന് മുങ്ങിയതിനു ശേഷം അവിടെ നിന്ന് വല്ല അന്വേഷണം ഉണ്ടായോ പിന്നീട്? പിന്നെ അതെങ്ങനെയാ അത് കേൾക്കട്ടെ. വന്ന് അവര് നിർബന്ധമായിട്ട് മാസ്റ്ററല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ മാസ്റ്റർ അത് ബുദ്ധിമുട്ടാവൂലേ അത്ര പൊങ്ങല്? പോയില്ല, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എനിക്ക്. കാരണം കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. കാരണം ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് സംഗതി പോയി. പക്ഷേ എനിക്ക് അതിന് ശേഷം കിട്ടിയ ഒരു സംഭവമുണ്ട്. എൻ്റെ ഗുരുവായ ധർമ്മഞ്ചലിൽ നിന്ന് കിട്ടിയ ഒരു വാചകം, അത് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഈ നിമിഷവും എന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്താണത്? ഞങ്ങളിങ്ങനെ തുറന്നു പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഒരു ദിവസം കണ്ടുമുട്ടി.
നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഡ്രം അടിക്കാന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞ് വിളിച്ചു, എന്നെ വിളിച്ചു. എനിക്ക് ഞങ്ങളെ ഒരുമിച്ച് എവിടെയോ കയറി. അപ്പോ ദൃശ്യകലാഞ്ജലിയുടെ നാടകം തുടങ്ങുവാണ്. എറണാകുളം ദൃശ്യകല. ആ, അങ്ങനെ എനിക്കൊരു വേഷം പുള്ളി ഫിക്സ് ചെയ്തു തന്നു. വരുന്ന വഴി ഒരു വാചകം പറഞ്ഞു, ഇവിടെ നിനക്ക് കഴിവുള്ളത് കൊണ്ടാണ് നിന്നെ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നത്. നിനക്ക് ആച്ചപ്പൻ സാർ അന്ന് വഴക്ക് പറഞ്ഞത് അല്ല, ഞങ്ങളൊക്കെ പറഞ്ഞത് നിനക്ക് കഴിവില്ലായിരുന്നെങ്കിൽ നിന്നെ അന്ന് അടിച്ചു പുറത്തിറക്കും. കഴിവുള്ളത് കൊണ്ടാണ് നിന്നെ ഇട്ട് പിഴിഞ്ഞത്. അതുകൊണ്ട് നിനക്കൊരു കഴിവുണ്ട്, അതെനിക്കറിയാം. ഞാൻ കഴിവിനെ നീ ഉപയോഗിക്കണം. ഭയം മനസ്സിൽ നിന്ന് മാറ്റണം. പിന്നെ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവമുണ്ട്. ഒരു പോസ്റ്റിൽ പുള്ളി പറഞ്ഞങ്ങനെ കാണിച്ചു, ഒരു പോസ്റ്റിൽ നിൽക്കുന്നത്, നീ പോസ്റ്റിൽ കയറാൻ പോവുക, ഇവിടെ നിന്നിട്ട് മേലോട്ട് നോക്കി അങ്ങനെ കയറാൻ പറ്റുമോ? അയ്യോ ഞാൻ അങ്ങനെ കയറും. അതല്ല, അവിടെ നിൽക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, അത് മാത്രം ചിന്തിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഈ അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്ന കാര്യം ചിന്തിക്കേണ്ട, നീ ചെയ്യേണ്ട ജോലികൾ ഭംഗിയായിട്ട് ചെയ്യാൻ. വലിയ ഉപദേശം. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ധർമ്മഞ്ചേട്ടന്റെ ചില ഉപദേശങ്ങൾ. കഴിവുള്ളത് കൊണ്ടാണ് നിന്നെ ഞങ്ങൾ പോലും സ്നേഹിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ തയ്യാറായി. എനിക്ക് എന്തിനാ പണ്ടതല്ല, ഒരാളെ കാണുമ്പോൾ നമുക്ക് പേടിയാ, അയ്യോ അവൻ എന്നൊക്കെ വലിയ നടനാണ്. ഒന്നുമില്ല, അഹങ്കാരമാണെങ്കിലും ഇല്ലെങ്കിലും നമ്മളെയൊക്കെ കഴിവ് മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് ധരിക്കുകയും അവരെ ബഹുമാനിക്കുകയും കൂടി ചെയ്യണം. തീർച്ചയായും ആരെയും തൊഴുക. പക്ഷെ അവനെ കണ്ടിട്ട് ഭയന്ന് മാറുകയല്ല വേണ്ടത്. ഇപ്പൊ സത്യത്തെ ഇപ്പൊ ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഭരത് ഗോഡൊപ്പം അഭിനയിക്കേണ്ടി വരിക, നെടുപടി വേണം എന്റെ ഒപ്പം അഭിനയിക്കേണ്ടി വരിക. നെടുപടി വേണമാണല്ലോ, ഞാൻ ഭരത് ഗോപിയാണല്ല. അയ്യോ ഇത് അർച്ചനയല്ല, 2 പ്രാവശ്യം ഉർവശി അവാർഡ് മേടിച്ച അർച്ചനയാണ്. ഞാൻ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരു എന്ന വാചകം എന്റെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളാരുമല്ല എന്നോട് ഒരു വാക്ക് ചോദിച്ച ഒരാള്, അത് ഞാൻ പിന്നീട് ചോദിക്കുന്നു. എന്റെ ചെവിയിൽ ഇങ്ങനെ ഓതി വണ്ടി മൂളി പറഞ്ഞതാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള നടികളിൽ ഏറ്റവും ടോപ്പ് നടി. ആ ചോദ്യം പിന്നീട് വിഷയം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ വിഷയം പറഞ്ഞു വന്നത് ഇപ്പൊ നാടകത്തിൽ വന്നത് വീണ്ടും ഈ ഉപദേശമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമാണ്. ഞാൻ ഇന്ന് എനിക്ക് എവിടെ ചെന്ന് കാലെടുത്ത് വെച്ചാലും അതോർക്കും, ഈ സാധനം ഇങ്ങനെ ക്ഷമിക്കാത്ത വരികയാണ്. ഞാൻ ആരെയും പേടിക്കരുത്. അങ്ങനെയാണ് ത്രയംബകത്തിന് വേഷം കിട്ടിയത്. അതിനകത്ത് അഭിനയിച്ചു, ആരെയും പേടിച്ചില്ല, അഭിനയിച്ചു. അടുത്ത നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ ആലപ്പുഴ ചമ്പ് എന്നൊരു നാടകം കളിച്ചു. അത് ഉഗ്രം നാടകം. അത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകം. ഗൗരിയമ്മ എന്ന ബഹുമാനപ്പെട്ട അധ്യാപകരുടെ വീടിനടുത്താണ്. വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാനാണ് മെയിൻ നായകൻ. കൂടെ അഭിനയിച്ചു, കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചു. അപ്പോഴേ നമ്മളെ കോക്കയായി. ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്, ധർമ്മഞ്ചേട്ടനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ധർമ്മഞ്ചേട്ടന്റെ ശിക്ഷണം കിട്ടിയിട്ട് നമുക്ക് ഒരിടത്ത് പോയിട്ടും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പറ്റില്ല. ഇപ്പൊ ഭരത് ഗോഡ അഭിനയിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. ഇപ്പൊ ഭരത് ഗോഡയുടെ കൂടെ നിങ്ങൾ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഒരു പുതിയ ഒരു നടനെ കൊണ്ട് സാധ്യമല്ല. കാരണം അങ്ങേര് കറക്റ്റാണ്, സെക്കൻഡ് ടേക്കാണ്. കൂടെ നിൽക്കുന്നവൻ ആരാണെന്ന് ചോദിക്കുള്ളൂ. അത്ര ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കിട്ടിയത് എവിടെന്നാ? ഈ ശിക്ഷണമാണ്. ഇത് നല്ല നല്ല തെറി കേട്ടിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. ചവിട്ടാൻ വരെ എന്റെ അടുത്ത് കാല് പൊക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് കഴിവുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോഴാണ് നമ്മളതിനെ ഒന്ന് പുറത്തെടുത്തത്. പിന്നെ നമ്മളങ്ങ് തിരിച്ച് ഇപ്പൊ ഈ ഗീതയിൽ നിന്ന് പോകുന്നതിന് ശേഷവും രാധപ്പൻ ചേട്ടൻ ഗീതയിൽ കളിച്ചിട്ടുണ്ട്. കാരണം ദൗത്യം വീണ്ടും ഞാൻ ഗീതയിൽ പോയി. ധർമ്മഞ്ചേട്ടന്റെ കേറപ്പിൽ തന്നെ വീണ്ടും ഞാൻ ചങ്ങനാശ്ശേരി ഗീതയിൽ പോയി. ദൗത്യം, കാവ്യം, വീഥി, മോഹം, സാക്ഷി, നാനത്തൊക്കെ പ്രധാനപ്പെട്ട എന്തുമാത്രം ആള് മാറിപ്പോയി. ഞാൻ ആളാകാൻ മാറി. പിന്നെ എനിക്ക് ഭയമേ ഇല്ല. ആളിതൊന്നും അല്ലല്ലോ, അങ്ങനെ വിളിച്ചിരുന്നത്. ശേഖർ നിൽക്കുമ്പോ വിളിക്കുന്ന എന്ന് പറഞ്ഞ് വിളിക്കും.
ഇപ്പൊ വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചോടി പോകുമ്പോ അച്ഛനെ വിളിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ ആ ദൗത്യ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ദൗത്യത്തിന്റെ വില്ലൻ പ്രത്യേക വില്ലനാണ്, അപാര വില്ലനാണ്. ഇന്നുവരെ മലയാള നാടക അതെങ്ങനെയാ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധി ഒക്ടോബർ 2-ാം തീയതി മഹാത്മാഗാന്ധി ഗാന്ധി ജയന്തി വാരാഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു ഒരു സ്ഥലം. ഗാന്ധി പ്രത്യക്ഷപ്പെടുന്നു ഒരു പുകയിലൊക്കെ. ആ ചാക്കുന്ന ഒറിജിനൽ ഗാന്ധിയാണ് ജോസഫ് ചാക്കോ. ഈ ചാക്കോ സാർ ഇങ്ങനെ വരുമ്പോ ഇപ്പുറത്തുനിന്ന് ഗോഡ്സെയും വരുന്നുണ്ട്, ഗാന്ധിരാജ്. അതാണ് ഞാൻ. മഹാത്മാഗാന്ധിയും ഗോഡ്സെയും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംഭവം? ഇപ്പൊ കണ്ടുമുട്ടിയ ചിന്തയാണത്, നല്ലൊരു ചിന്തയാണത്. ഗോഡ്സെ പറയണേ, നിങ്ങളെ ഞാൻ കൊല്ലാൻ കാര്യം ഇന്നതാണ്, നീ എന്തിനെന്നെ കൊന്നു? ഇവര് തമ്മിലുള്ള ഈ ഒരു സംഭവം ഇതിനകത്ത് ജോസ് പൊന്നനുണ്ട്, മികച്ച കഥാപാത്രം ഇതിനൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. വലിയ അതിൽ ഡയലോഗ്സ് എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ ഈ ഗാന്ധിരാജ്? പക്ഷേ ഈ പറയാം അതങ്ങനെ ഞാൻ ഫസ്റ്റിലേ ഫസ്റ്റിലേടായാലും ഇരുട്ട് എനിക്കിപ്പോ ഒന്നും അതിനുള്ള ഇതില്ല, കാരണം അന്നത്തെ കാലം അല്ല. അപ്പൊ ഇങ്ങനെ രംഗത്തിന് വരുമ്പോഴത്തേക്കും രംഗം നല്ല ഇരുട്ട് രംഗം. അത് ഒരു പെണ്ണോടെ നിൽപ്പുണ്ട്, വേറെ ഒരു അവിടുത്തെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴേ ഒരു ഭയങ്കര ചിരിയാണ്. ഇങ്ങനെയല്ല, വേറൊരു ചിരിയാണ്. നമുക്ക് പറഞ്ഞേ എന്നിട്ട് ആ വന്ന വരെയാണ് ഞാൻ കാന്തിരാജ്, എന്നെ മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം 22 ലക്ഷം രൂപയുടെ കാര്യമാണ് എന്ന് പറയുക. ഒരു ചിരി, ഇപ്പൊ ചിരിക്കാൻ പറ്റില്ല. ചിരി, അവളിങ്ങോട്ട് വരുന്നു, ഞാൻ അവൾ ഉമ്മ വയ്ക്കാനായിട്ട് പോകുന്നു. ഒരു പ്രത്യേക മൂവ്മെന്റ് ആണ്. ഇതിനിടയ്ക്ക് ഈ ചിരിയായി. പിന്നെ ഈ അഭിനയം എന്ന് പറഞ്ഞ വില്ലനെ ഒരിക്കലും ചൂടാവില്ല, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് കടന്ന് കൊല്ലണ്ടവനെ കൊന്ന്. അവര് ആ ഒരു നാടകം 2 വന്നാൽ വിഷമിച്ചു. പക്ഷെ അത് 4 നാടകം കളിച്ചിട്ടുണ്ട് ഞങ്ങൾ. ജനപ്രീതി നേടിയ നാടകമായിരുന്നു. ചേട്ടന്റെ ആവേശത്തില് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആ നാടകത്തില് ഈ പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്ര സന്നിധിയിൽ ആ നാടകം ജനലക്ഷങ്ങളായിരുന്നു. യേശോ സാറിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. അതിനുശേഷമായിട്ടും നമ്മള് 4 നാടകം കളിച്ച ദിവസങ്ങളുണ്ട്. തളർന്ന് ഒടിഞ്ഞു വീഴും. അപ്പൊ അങ്ങനെ ഈ ഇവരുടെ കൂട്ടത്തിൽ പോയപ്പോഴാണ് ഈ വിദേശ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഗീത കളിക്കുമ്പോൾ അന്ന് എനിക്ക് ജോലി കിട്ടി. ആ ഇടയ്ക്ക് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വരികയാണ്. അതെങ്ങനെയാണ് ജോലിയായിട്ട് ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിക്ക് മുമ്പ് തന്നെ PSC ടെസ്റ്റ് എഴുതി. അതെന്റെ അനിയനാണ് അതിനുള്ള വഴിയൊക്കെ ഒരുക്കിയത്, ഇളയനിയാണ് നരേന്ദ്രൻ. ടെസ്റ്റ് എഴുതി. നാടകത്തിന്റെ അന്ന് ഏതോ വെളുപ്പംകാലത്താണ് നാടകം കഴിഞ്ഞിട്ട് ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. ടെസ്റ്റ് എഴുതി ഒരു ടെസ്റ്റ് എങ്ങനെ പടം പോയിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല, അങ്ങനെ പോരുകയും ചെയ്തു. നാടകം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയായി. കിട്ടുന്നത് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ, തിരുവനന്തപുരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളിൽ കിട്ടുകയാണ്. പക്ഷെ അവിടെ അങ്ങനെ ആണുങ്ങളെ ഒന്നും അങ്ങനെ അപ്പോയിന്റ് ചെയ്യൂല, കാരണം അത്ര PT സ്ട്രോങ് ആണ് അവിടെ. മന്ത്രിമാർ അവരൊക്കെ തന്നെ വീട്ടിലേക്ക് ആ എടുക്കൂല. അവിടെയാണ് നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന KV മദന സാറ്, ചെറായിക്കാരനാണ്. അദ്ദേഹം അവിടെ ഉണ്ട്. മന്ത്രി വേലായുധ സാർ, ചാക്കോ സാറിന്റെ അന്ന് HM ചെമ്മനം ചാക്കോ സാറിന്റെ ഭാര്യയാണ് EP ബേബി എന്ന് പറയും. അപ്പൊ അങ്ങനെ വേറെ ഏതെല്ലാം ആരെല്ലാം എന്തൊക്കെ ശ്രമിച്ചാലും അവിടെ ആണുങ്ങൾ അപ്പോയിന്റ് ചെയ്യില്ല. 7000 പെണ്ണുങ്ങളുണ്ട്, 250 ടീച്ചർമാരും ഉണ്ട്. അപ്പൊ ഇതുവരെ ആണെടുത്തിട്ടില്ല. കൊണ്ടൊരു പഴയ ഒരാളുണ്ട് സാർ, നല്ല സാർ, അവിടുത്തെ കുരുക്കൽ സാറെന്ന് പറയും. പിന്നെ ഒരു കാല് വയ്യാത്ത സാറുണ്ട്. പണ്ടുണ്ടായിരുന്നു, ഈ വർഷങ്ങളായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അവിടെ കിട്ടിയ ശേഷം അവർ നോക്കി, അത് ആരെയും കാണിക്കാതെ അവർ മാറ്റി വെച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ നാടൻ കളിക്കണമല്ലോ, അപ്പോയിന്റ് ഓർഡർ ചെയ്യേണ്ട സമയമായി, എനിക്ക് ഒപ്പിന്റെ സമയമായി. അങ്ങനെ ഞാനും എൻ്റെ അമ്മാവനും കൂടി ബാലൻ ചേട്ടനും കൂടി അച്ഛൻ്റെ അവിടെ ചെന്ന് അപ്പൊ ഈ ബാലൻ ചേട്ടന് ഈ ചാക്കോ സാറിന്റെ ഭാര്യ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിക്ക് മുമ്പ് അവിടെ DD പോയിട്ട് ഒപ്പിടണമല്ലോ. DD സാറ് പറഞ്ഞ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞ് അവിടെ ആണുങ്ങളെയൊന്നും അപ്പോയിന്റ് ചെയ്യൂല, അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അവിടെ ചെന്ന് നോക്കാന്ന് പറഞ്ഞു.
എന്നാൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് കുഴപ്പമില്ല, എനിക്കറിയാമെന്ന് പറഞ്ഞു. ചെന്നപ്പോഴാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ട് ജോയിൻ ചെയ്യേണ്ട ദിവസം വീണ്ടും കഴിഞ്ഞു. വീണ്ടും ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജോയിൻ ചെയ്ത ശേഷം അപ്പോൾ ഞാൻ നാടകങ്ങളിലേക്ക് പോകണം. ചാക്കോ സാറിൻ്റെ പയ്യൻ ഞാൻ പറഞ്ഞില്ലേ, കലാകാരിയാണ്, വലിയ പവറാണ്, ഒരു മന്ത്രിയുടെ പവറുള്ളവരാണ്. അപ്പോൾ എങ്ങനെ ഞാൻ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. 3-ാം ദിവസം പറഞ്ഞു എനിക്ക് നാടകം കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഗീതര ഈ ഗൾഫിൽ പോകണം, ഗൾഫിൽ പോയാൽ പ്രോഗ്രാം വന്നു, ആരുമില്ല പോകാൻ. ഞാൻ തന്നെയാണ് മെയിൻ കളിച്ചത്. ടീച്ചറെ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല. ആവശ്യം ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ജോയിൻ ചെയ്തിട്ട് 3 ദിവസമല്ലേ ഉള്ളൂ, എങ്ങനെ തന്നെ ഗൾഫിലേക്ക് അടയ്ക്കും? എന്ത് ഉറപ്പിനടയ്ക്കും? ഒരു കാര്യം ചെയ്യും, പോകാൻ റെഡി ആയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇളയച്ചനോട് വന്ന് പറഞ്ഞു. ഇളയച്ചനും അച്ഛനും ഒക്കെ ആയിട്ട് പരിചയമുള്ളതാണ്. സത്യവാൻ, അഡ്വക്കേറ്റ് MK സത്യവാൻ അഡ്വക്കേറ്റാണ്. കസ്റ്റം സൂപ്രണ്ടായിരുന്നു. സഹായം ഉണ്ടായിരുന്നു. ഇളയച്ചൻ പറഞ്ഞ് കത്ത് തന്നു. ഇളയച്ചൻ്റെ കൂട്ടുകാരന് കത്ത് കൊടുത്തു. അച്ഛനോട്ടൊക്കെ പരിചയം ഉണ്ട്. KV മദന സാറാണ് വിദ്യാഭ്യാസ ഡയറക്ടർ. അദ്ദേഹം വിചാരിച്ച പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ സാധാരണ ഭാര്യയുണ്ട്, HM ഉണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇപ്പൊ ഇരിക്കണ ചീഫ് സെക്രട്ടറി ആയ ജയകുമാർ സാറല്ലേ, വലിയ കലാകാരനല്ലേ, അദ്ദേഹം സ്കൂളൊക്കെ ആയിട്ട് ബന്ധമുള്ളതാ. പിന്നില്ലേ, ഞാൻ സിനിമ എല്ലാം കണ്ടിട്ടുണ്ട്. ഈ അനുമതി നമുക്ക് തന്നു ഗൾഫിലേക്ക് പോകാനായിട്ട്. അഞ്ചാൽ അനുമതി കൊടുക്കാൻ അധികാരമില്ല ആർക്കും. വേറെ 3 ദിവസമല്ലേ ഉള്ളൂ. നമ്മളെ രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും പോയിട്ട് വന്നു പറഞ്ഞു. ദുബായിലോ അമേരിക്കയിലോ പോയിട്ട് നാടൻ കളിച്ച് പോരാൻ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു. പിന്നെ എന്താ, അവർ ഡയറക്ടർ വിളിച്ചത് എൻ്റെ ആളാണ്, പൊക്കട്ടെന്ന് പറഞ്ഞു. ആരും അറിയണ പോയിട്ട്. എങ്ങനെയാ പോണേന്നറിയാമോ? 6 ദിവസത്തേക്കാണ് പോണത്. അവിടെ ചെന്ന് നാടകം കൊടുത്തേക്കണല്ലാരും നിറച്ച്. വിദേശ രാഷ്ട്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നത്? ദുബായ്, അബുദാബി, ഷാർജ, ഗുൽബാഗ്, അതുണ്ടാക്കി കുറെ ഉണ്ട്. കളിച്ചു. ധർമ്മചേട്ടനൊക്കെ ഉണ്ടെന്ന് അവിടെ കളിച്ചു. തിരിച്ചു വന്ന് കൂടെ പോകുന്ന ധർമ്മൻ ചേട്ടൻ, പൊന്നൻ, ആദിനാട് ശശി, റോസ്ലി ഇല്ല, മോഹൻ കുമാറിന്റെ സായികുമാറിന്റെ പെങ്ങള്, മോഹൻകുമാറുണ്ട്. ഇതുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ഗ്യാങ് ആയിട്ട് പോകുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിൽ മിനി കളിക്കുന്നുണ്ട്. സുജാതനുണ്ട്, കുബരൻ രായപ്പഞ്ചേട്ടനുണ്ട്. നല്ല ഉഗ്രം ഗ്യാങ്ങല്ലേ. ഇവിടെ അവിടെ നമ്മ സുഖമായിട്ട് ഇന്നും കുടിച്ചും കൂടി പോകണമെന്നേ ഇല്ല. അവിടെ തന്നെ കൂടാനുള്ള ചിറ്റപ്പായി. തിരിച്ച് ഞാൻ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ ഒരു പോസ്റ്റിന്റെ അവിടെ ചാരി നിൽക്കണ ഞാൻ. ഇനി എന്ത്? അപ്പൊ അത് ആ സസ്പെൻസിൽ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും രാധാകൃഷ്ണൻ ചേട്ടന്റെ കലാരംഗത്ത്, ചിത്രകലയും അതുപോലെ നാടകരംഗത്ത്, അമേച്ചർ നാടകവേദി, പ്രൊഫഷണൽ നാടകരംഗത്തുള്ള ഒളിച്ചോട്ടവും, അവിടെ തിരിച്ചെത്തി അഭിനയിച്ച സാമ്രാജ്യം കീഴടക്കിയത്, തിരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്ര, അദ്ദേഹത്തിന്റെ ജോലി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി എന്ത് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ആ ഭാഗം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തന്നെയാണ്. ഭാഗ്യവും നിർഭാഗ്യവും ഒരുമിച്ച് കൂട്ടായി സഞ്ചരിച്ചൊരു വിഖ്യാത കലാകാരനാണ് നമ്മുടെ ഒപ്പം അഭിമുഖത്തിന് തന്നിരിക്കുന്നത്. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നമുക്ക് ഈ അവസരം തന്നതിൽ നന്ദി പറയുകയാണ്. അടുത്ത ആഴ്ച ശേഷം ഭാഗം ഇതേ സമയത്ത് നമുക്ക് കാണാം. നമസ്കാരം. നമസ്കാരം. അവർ ഗസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെ രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടുള്ള അഭിമുഖമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രകലാ ജീവിതം, അതുപോലെ തന്നെ അമേച്ചർ നാടകരംഗം, പ്രൊഫഷണൽ നാടകവേദി, അതോടൊപ്പം തന്നെ ഗൾഫ് യാത്ര, നാടകമായി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൾഫ് യാത്ര, തിരിച്ച് അദ്ദേഹം എത്തിച്ചേർന്നും സിനിമയിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു. ശേഷം ഭാഗം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദിക്കാം. നമസ്കാരം. രാധപ്പൻ ചേട്ടൻ്റെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത് ഒരു ഗൾഫ് ജീവിതം എല്ലാം കഴിഞ്ഞ് വന്ന് വേറൊരു പുതിയ ജന്മത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇനി എന്ത് എന്ന് പറഞ്ഞാൽ ഇനി എന്ത്? കാരണം ഒരു സ്കൂൾ അധ്യാപകനാവുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം കലയാണ്, നമ്മുടെ ജീവിതം അഭിനയമാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 7000 പെണ്ണുങ്ങൾ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ മാത്രം ഒരാളെ നടന്നു പോകുന്നു. സ്കൂൾ ജീവിതം നടന്നു പോകുന്നു. ഇതൊരിക്കലും മനോരമക്കാർ ഞാൻ അറിയാതെ തന്നെ അവരെടുക്കുന്നു.
പിറ്റേ ദിവസം പത്രത്തിൽ വരുന്നു എൻ്റെ പടം, പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നു. അത് ശരി ശരി ശരി. എല്ലാ പത്രങ്ങളിലും ഗേൾസ് ഹൈസ്കൂളിലെ ഒരു ആൺതരി ഒരു സ്വപ്ന ലോകം പോലെ ആയിപ്പോയി. അവിടെ അതിന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തിരിച്ച് ജോലിക്ക് നമ്മൾ വർക്ക് ചെയ്യണമല്ലോ, നാടകം കഴിഞ്ഞ് വന്നതല്ലേ. അപ്പം ഞാൻ ചക്രവാണി, എൻ്റെ സുഹൃത്ത് ചക്രവാണി ചിത്രാലയയുടെ ഡയറക്ടറാണ്. എന്നിട്ട് ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവാണ്, എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യും, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമല്ലേ. വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വലിയൊരു എഴുത്തുകാരനുണ്ട്, ഡയറക്ടറാണ്, ഫിലിം ക്രിറ്റിക്കാണ്, ഇവിടെയുണ്ട്, ഇവിടെ വരാറുള്ളതാണ്. ഞാനൊരു കത്ത് തരാമെന്ന് പറഞ്ഞു. അത് ആദ്യമായിട്ട് കത്ത് തന്നെ എൻ്റെ കൂട്ടുകാരൻ. ആ കത്ത് തല തിരിച്ചാണ് എഴുതിയേക്കണം. ആരും എഴുതുന്നില്ല, നേരെ തിരിച്ചെഴുതി. അങ്ങനത്തെ ഒരു വട്ട് കേസാണ്. അപ്പോൾ ഈ കത്ത് എന്തോ മനസ്സിലാകുന്നില്ല, നീ ഇത് കൊണ്ടു കൊടുത്താൽ മതി, ആ പുള്ളിയെ വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ആദ്യമായിട്ട് കണ്ണേറ്റ് മുക്കി ചെന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങുന്ന ഒരു ഇഷ്ടംപോലെ കുറേ ബുക്കുകളുണ്ട് ഇങ്ങനെ, അത് നടുക്ക് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ. വിജയകൃഷ്ണൻ സാർ ഇങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് വന്നാണ്, ഇവിടെ ജോലിയാണ്, കോട്ടൺ ഹിൽ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, എനിക്ക് ഒന്ന് സാറിനെ പരിചയപ്പെടണം. ഇപ്പം എൻ്റെ തണ്ടയിൽ തുടങ്ങി അഭിനയിക്കാനുള്ള ആഗ്രഹം. അതിക്ക് മുമ്പ് നമ്മളൊരു കാര്യം വിട്ടുപോയി. പറഞ്ഞോളൂ. അപ്പൊ അഭിനയിക്കാൻ ഇപ്പോഴല്ലേ, അതിക്ക് മുമ്പ് ആദ്യമായിട്ട് അവസരം ഉണ്ടായിരുന്നു. ക്യാമറ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതെ 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 അതെ. അങ്ങനെ ഒരു മോഹമായിട്ടാണ് സഞ്ചരിച്ചത് വരകാരനായിട്ട്. അങ്ങനെ കടാമംഗലം സദാനന്ദ സാറുമായിട്ട് ഞാൻ സിനിമാ മോഹം അങ്ങനെയാ തുടങ്ങുന്നത്. അതെ അല്ലേ. മേരിലാൻഡ് സ്റ്റുഡിയോയിൽ ചെല്ലുക. അപ്പൊ എനിക്ക് അഭിനയിക്കണമെന്നില്ല, ക്യാമറ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നെ കണ്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ വന്നു. അത് മേരിലാൻഡ് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഓഹോ, അതിന്റെ എല്ലാമാണ്. എല്ലാം വെച്ചാൽ അവിടെ നിന്നാണ് നസീർ വന്നതും, സത്യം വന്നതും, സാർ വന്നതും, നസീർ സാർ വന്നതും, എന്ന് മലയാള സിനിമ വേദിയിലെ മിക്കവരും വന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഞാൻ ക്യാമറ പഠിക്കാനായിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേര കിടപ്പുണ്ടായിരുന്നു. നിനക്ക് അഭിനയിക്കാമെന്ന് സിനിമയിൽ നല്ല റോള് വരാം. അത് തൊട്ടപ്പുറത്ത് മാറി ഞാൻ നോക്കുമ്പോൾ കമലഹാസൻ നിൽക്കണ്, ശ്രീദേവി നിൽക്കണ്, ആരോഗ്യം നിൽക്കണം. എന്റെ മനസ്സിൽ ചിന്തയില്ല സാർ എനിക്ക് അഭിനയിക്കാൻ താല്പര്യം, എനിക്ക് ക്യാമറ ഒന്ന് പഠിക്കണം. അങ്ങനെ തനിക്ക് തോന്നുമ്പോൾ ക്യാമറ പഠിക്കാൻ പറ്റില്ലത്. ഇത് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മദ്രാസിൽ പോകണം, അവിടെ ഫീസിട്ടുണ്ട്, പിന്നെ ഫിലിം എൻ്റെ നല്ല നല്ല ഡയറക്ടർമാരുണ്ട്, അവരുടെ കൂടെ നിന്നൊക്കെ പഠിച്ച് ജീവിതം പകുതിയാവും. ജീവിതം ഒരു അവസാന വർഷത്തിൽ എനിക്കൊരു ക്യാമറ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. ഇപ്പോൾ തനിക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുക ഇങ്ങോട്ട് എടുത്ത് വെക്കുക മാത്രമാണ്. ക്യാമറ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബേസ്മെന്റ് വേറെയാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ക്യാമറ പാക്ക് ചെയ്ത് വീട്ടിൽ പോകും. അപ്പൊ നിങ്ങളും പോകണം. അപ്പോഴാണ് ഈ ചോദ്യം, നിങ്ങൾക്ക് അഭിനയിക്കാവോ? അപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു വേഷം ഞാൻ തരാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖത്തേക്ക് ചോദിക്കണ് സിനിമയിൽ അഭിനയിക്കാമോ? ഉടനെ പറഞ്ഞു എനിക്ക് പറ്റില്ല. നമ്മുടെ ലോകം അതല്ല നമ്മൾ കണ്ടു, മനസ്സിലായി. പക്ഷെ ഇതെന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു, എന്നെ വിടില്ല. ചില പ്രായത്തിന് അറ്റാക്ക് പോലെ ഇങ്ങനെ ഒരു പ്രേതാവശ്യം പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എവിടെ പോയാലും ചോദിക്കുന്നു, പുതിയ സ്റ്റുഡിയോയിൽ പോലും ചോദിച്ചു അഭിനയിക്കാമോ? അപ്പൊ അങ്ങനെ ഒരു അഭിനയിക്കാൻ ചോദിച്ചപ്പോഴേക്കും അഭിനയിക്കാതിരുന്ന ആളാണ് ഈ കത്തും മേടിച്ചിട്ട് നേരെ മേടിച്ചിട്ട് അഭിനയിക്കാൻ പോണത്. അഭിനയം തെണ്ടാൻ പോകുന്നത്. കാരണം ജീവിക്കാനുള്ള കാശ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. രാവിലെ ഉച്ച മുതൽ പിന്നെ ഇവിടെ പണിക്ക് പോകും. ഈ വിജയകൃഷ്ണ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്ന അനുഭവം? അദ്ദേഹം പറഞ്ഞു എടുത്തടിക്ക് പറഞ്ഞു, ഞാനൊരു സീരിയൽ തുടങ്ങുന്നുണ്ട്, അതിനകത്ത് ഒരു വേഷം തരാം. തിരുവനന്തപുരത്തുകാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയൂല, തരാന്ന് പറയും. കഴിവുണ്ടോ അവനെ പൊക്കുക. ഈ PSS കൈമള് തന്നെ അവിടെ ആയിരുന്നെങ്കിൽ ഇനി എവിടെ എത്തിയേനെ. എനിക്കൊരു ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ചോദിക്കാൻ തൻ്റെ കൊണ്ട്, കാരണം എനിക്ക് കിട്ടിയ എന്റെ ഗുരു എന്നൊരു വാചകം ഞാൻ എവിടെ പോയാലും ഇൻസ്പിറേഷൻ ആണല്ലോ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആരെങ്കിലും പോകേണ്ട കാര്യമില്ല, എനിക്ക് അഭിനയിക്കാൻ കൊള്ളാൻ താല്പര്യം. അവനെന്താ അങ്ങോട്ട് ഒരു ഭക്ഷണം തരാം തന്നു കേട്ടോ. ഒരിടത്തൊരിക്കലിൽ നല്ലൊരു ഭക്ഷണം നിന്നു. അതിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ക്യാമറമാൻ സന്തോഷ് ശിവൻ, അദ്ദേഹത്തിന്റെ ക്യാമറമാനാണ്. വിജയ സാറാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അത് ശരി. അപ്പോഴാണ് അറിയണത് പലരും മുരളീനെ വരെ പലരെയും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പെട്ടല്ലോ, ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു ഫോക്കസ് ചെയ്യുന്ന വീഴുകയാണ്. അത് കഴിഞ്ഞു സ്കൂളിലിരിക്കുമ്പോൾ അപ്പോൾ
ഇനി പിന്നെ സിനിമയാണല്ലോ ഇനി ഇവിടെ നേരെ ഇനി പോണ പ്രശ്നം ഉദിക്കുന്നില്ല അത്തരം തിരക്കില്ല. നാടകരംഗത്തെ 3:30 വരെ സ്കൂളുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? പിന്നെ രാവിലെ സമയമുണ്ട്. അപ്പോൾ ഡയറക്ടർമാരുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ചാൻസ് ചോദിച്ച്. അങ്ങനെ പോവുകയും ചെയ്യും ഞാൻ. അങ്ങനെ ചെന്നിട്ട് ഇയാൾ ഒരു ഫോൺ വന്നിനോട് MS തൃപ്പൂണിത്തോട് ഫോൺ വന്നു. എടാ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് വരിക, അവിടെ ഈ ഷൂട്ടിംഗ് അവിടെ കാണും, മറ്റേ കൈരളി വിലാസൻ ലോഡ്ജാണ്, വേണു സാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇവരാരെ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് സ്റ്റുഡിയോ കാണുന്ന ആദ്യമായിട്ട്. ഇത് സുജേഷ് കണ്ടിട്ടുണ്ട്, ഇത് വേറെ സ്റ്റുഡിയോ. അവിടെ നച്ചരൊക്കെ ഉണ്ട്, സത്യസാറൊക്കെ ഉണ്ട്, നച്ചര സാറൊക്കെ ഉണ്ട്. ഇവിടെ വേണുനാഗവളിനെ കാണുന്നു, പിന്നെ വിജേഷ് ഇവരെ കാണുന്നു, നെടുമുടി വേണു സാറെ കാണുന്നു. അവര് അതുപോലെ തന്നെ വേറെ രസകരമായ നടനുണ്ട് കൃഷ്ണൻകുട്ടി ചേട്ടൻ, വളരെ രസമായ നടനാണ്. അതൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ പുൽത്തേരിയിലിരിക്കാൻ ഷൂട്ടിങ് തുടങ്ങി. അന്നത്തെ അഭിനയ നടന്മാരെന്ന് പറയുന്നത് ഇവര് കാവാലം സാറിന്റെ ട്രൂപ്പിലുള്ള ആൾക്കാരാണ് അഭിനയിക്കുന്നത്. അവിടെ അവിടുത്തെ നാടക ഫോക്കസ്, ഒരു നാടകത്തിന്റെ എല്ലാവരും ചെയ്യണം അവരാണ്. നാടകക്കാർക്ക് അവർ പ്രിയം. അവിടെ വേറെ ഒന്നും രക്ഷയില്ല. ഞാൻ നാടകക്കാരാണ്. അപ്പൊ അവരൊരു നടൻ വന്നില്ല. ഷൂട്ടിങ് തുടങ്ങി. വേണു സാറിന്റെ ഒപ്പം നിന്ന് അഭിനയിക്കുന്ന നടൻ വന്നില്ല. അപ്പൊ MS പറഞ്ഞു ഇത് അവൻ ചെയ്യൂടോ എന്ന് പറഞ്ഞു. വിളിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ശ്രമിച്ചു നോക്കാം, ഉറപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. വിവരിച്ചിട്ടുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി ഗീതയിലായിരുന്നു. സാറിന്റെ വീടിന്റെ അപ്പുറത്തല്ലേ ഗീത. ഷൂടോ എന്ന് പറഞ്ഞ് പിടിച്ചു. എന്നാ സാരില്ല, മേക്കപ്പ് ഇടാൻ പറഞ്ഞു. അപ്പൊ മേക്കപ്പ് വേണ്ടല്ലോ സാറെന്ന് പറഞ്ഞു. വേഷത്തിൽ ഇന്ന് വരെ ഒരു സിനിമയിലും ഞാൻ മേക്കപ്പ് ഇട്ട് അഭിനയിച്ചിട്ടില്ല. എന്നെ ഇത് നാടകത്തിൽ മാത്രമേ എന്റെ മുഖത്തിന് അത് മതി, മേക്കപ്പ് വേണ്ടെന്നാ പറഞ്ഞല്ലോ. മേക്കപ്പ് ഇട്ട സൗന്ദര്യം കൂടും, സൗന്ദര്യം വേണ്ടെന്നാണ്. എല്ലാ ക്യാരക്ടറും അങ്ങനെയല്ലേ എടുക്കണം. ഈ ഇതിന്റെ സീരിയലിന്റെ ഒരുപാട് അങ്ങനെ ചെയ്തില്ലേ? അത് വിജയ് സാറിന്റെ കുറെ സാധനം ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിലുള്ള പിന്നെ കൂടാതെ നമ്മള് ഈ ഫിലിമിലേക്ക് വന്ന് പറഞ്ഞുതരാം. ഒരിടത്തൊരിക്കൽ കഴിഞ്ഞല്ല, പിന്നെ കൈലാസം ലോഡ്ജും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് സമ്മോഹനം തുടങ്ങുന്നത്. സമ്മോഹനത്തിന് പപ്പ സാർ ഫിലിം ഡയറക്ടറാണ്. അരവിന്ദ് സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഷായി സാർക്ക് അരവിന്ദ് സാറിന്റെ ആൾക്കാരാണ്. അങ്ങനെ ഞാനാണ് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ആ പോണ താടിക്കാരൻ സിനിമക്കാരനാണ്, അദ്ദേഹത്തിന് പരിചയപ്പെട്ടാൽ നടക്കുമെന്ന് പറഞ്ഞു. അതൊരു സംഭവമാണ്. ഒരു വീട്ടിൽ കയറി ചെല്ലിനും കയറാൻ പറ്റില്ല. പുള്ളി നേരെ അകത്തേക്ക് പോകും, ഞാൻ തിരിച്ചു പോരും. ഇതിങ്ങനെ ഒരു സ്ഥിരം പണിയായി. ഒരു ദിവസം മനപ്പുറം കയറാൻ തോന്നി നേരെ അങ്ങോട്ട് കയറി ചെന്ന്. പത്മവാർ സാറെന്നാണ് പറയുന്നത്, ഫിലിം ഡയറക്ടറാണ്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അരവിന്ദ് സാറിന്റെ മെയിൻ ആളാണ്. നമുക്കത്രയും പോരെ. ചെന്ന് കയറി തൊഴിൽ. എന്തായി ഇത്തരം ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ആർട്ട് ഫിലിംകാർക്ക് നോ ഡയലോഗ്. നമ്മൾ അങ്ങോട്ട് പറയുകയല്ലാതെ ഇങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ കോട്ടൺ ഫീൽഡ് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാൻ മോഹമുണ്ട്. അത് തന്നെ എന്നാ പോട്ടെ, എന്തായിരിക്കും. ഞാൻ വിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ പുറകെ പോയി, എല്ലാ ദിവസവും പോകും. അങ്ങനെ ഇരിക്കുമ്പോ പുള്ളിക്ക് മനസ്സിലായി ഇപ്പം പോവില്ല. ഞാൻ എനിക്കിത് ആഗ്രഹമാണ്. ഞാനൊരു പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു ഡോക്യുമെന്ററി. അതിനകത്ത് ഞാൻ SI ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഫോക്കസിനകത്ത് കാലെടുത്ത് വെച്ചു. അവിടെ വരുന്നവർ ആർട്ട് ഫിലിംകാരൻ. എന്നുവെച്ചാൽ ആർട്ട് ഫിലിം കമേഴ്ഷ്യൽ അല്ല ഞാൻ പറഞ്ഞത്. ഇത്തരം ആൾക്കാർ, വേണു സാറ്, നെടുമുടി വേണു, പിന്നെ അരവിന്ദ് സാർ എന്ന് മുതലാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ്. പിന്നെ ഇവരൊക്കെ ഉള്ള ടോപ്പിനകത്ത് കൊച്ചിയിൽ നിർത്ത ഞാനാണ്. എനിക്ക് കിട്ടുന്ന പ്രചോദനം എവിടെ നിന്നാണെന്ന് ഓർമ്മണം. എന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഇനി എവിടെ ചെന്നാലും ധൈര്യമായിട്ട് കഴിവുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് അവിടെ തെളിച്ചു കിട്ടി. വേണു സാർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് സിനിമയിലുണ്ട്. പൂരത്തിൽ അദ്ദേഹം എനിക്ക് വേഷം തന്നു. കഴിവില്ലെങ്കിൽ എന്നെ വിളിക്കുമോ? വിളിക്കില്ല. എന്തോ ഇല്ലെന്ന് അഹങ്കരിക്കണമല്ല. എന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നാം അറിഞ്ഞിരിക്കണം. തീർച്ചയായും സലീമിന് എന്തെങ്കിലും കഴിവുണ്ട് സലീം തോന്നണം. തോന്നിയില്ലെങ്കിൽ അറിയാമോ, ഞാനെന്തെങ്കിലും മാറി നിൽക്കും. തീർച്ചയായും. ഈ സമൂഹത്തിൽ കളിക്കുന്ന അങ്ങനെ അവസരം കിട്ടുന്നത്, സമൂഹത്തിനകത്തൊരു നല്ല വേഷം
ഫിക്സ് ചെയ്തു. എനിക്കല്ല, ഞാനവിടെ അന്ന് അപ്പോൾ പപ്സാറിൻ്റെ കൂടെ ആർട്ട് വർക്കിന് നിൽക്കുകയാണ്. ഒരു ചെറിയൊരു വേഷനകത്തുണ്ട്. NFDCയുടെ ഫിലിമാണ്. അർച്ചന 2 പ്രാവശ്യം ഉറോഷ അവാർഡ് മേടിച്ച് കിട്ടുന്ന അർച്ചന, നെടുമുടി വേണു, കുറെ നടന്മാരൊക്കെ ഉണ്ട്. ഈ എഡിൻബറോ ഫെസ്റ്റിവലിൽ പോയത് ഈ പടമായിരുന്നു. അതെ, ലോകം എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും പോയി ആ മനോരമ ഇഷ്ടം പോലെ. രാധപ്പച്ചേട്ടന്റെ എന്റെ അന്വേഷണത്തിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലെല്ലാം രാധപ്പച്ചേട്ടൻ കളിച്ച പടങ്ങളൊക്കെ എല്ലാ പടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതായാലും നമുക്ക് സമ്മോഹനത്തിലെ ആ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണാം. നമുക്ക് നല്ല സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ സമ്മോഹനത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് പ്രേക്ഷകർക്കായി കാണാം. ഉള്ളിന്ന് വിളിച്ചതാവും. ആരുടെ? എന്റെ ഉള്ളിന്നോ? ഞാനല്ലാതെ എന്റെ ഉള്ളിന്ന് എന്നെ ആര് വിളിക്കാൻ? ചില ഘട്ടത്തില് ഉള്ളിന് ചില വിളികളൊക്കെ ഉണ്ടാവും. ചിണ്ട, അങ്ങനെ പോകാതെ, ഇങ്ങനെ പോകാതെ എന്നൊക്കെ. അപ്പോ ആ വഴി പോകാൻ പേടിക്കും. അല്ല, ഇത്രയും നീളത്തിൽ മുടി എങ്ങനെ ഉണ്ടായി? അതൊരു വലിയ കഥയാ. ഒരു ദിവസം കാലത്ത് ഞാൻ ഇതുപോലൊരു കുന്ന് നടന്ന് കയറുക. അപ്പൊ എന്റെ മുടി കെട്ടഴിഞ്ഞ് വീണു. അതങ്ങ് അഴിഞ്ഞഴിഞ്ഞ് താഴോട്ട് പോയി. കുന്നും കഴിഞ്ഞ് അതങ്ങ് നീണ്ടു പോവാ. ഒടുക്കം കരിമ്പിൻ കാട്ടിലെത്തി. അപ്പൊ അതിലാരോ ചവിട്ടി. അപ്പോഴേ ഞാൻ അറിഞ്ഞുള്ളൂ മുടി നീണ്ടു വളരുന്ന കാര്യം. ഞാനുടൻ വാരിയെടുത്ത് കെട്ടിവെച്ചു. അപ്പൊ അതിന്റെ വേഷങ്ങളൊക്കെ നന്നായിരിക്കുന്നു രാധപ്പച്ചേട്ടൻ. ഇതൊക്കെ ഇപ്പൊ ജനങ്ങള് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആരോഗ്യപരമായ ആളാകെ മാറിയിരിക്കല്ലേ. നല്ല ചുരുണ്ടമുടി അതൊക്കെ പോയി, എല്ലാം ഇപ്പൊ തന്നെ മനസ്സിൽ നിന്നും എല്ലാം പോയല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിനുശേഷമുള്ള ഇപ്പൊ സമ്മോഹനത്തിന് ശേഷമുള്ള ഒരു സാധ്യതയൊക്കെ പറയും. സമ്മോഹനത്തിന് ശേഷമാണ് എന്നെ ഷാജി സാർ, ഷാജി ഇന്റർനാഷണൽ ഡയറക്ടർ ഷാജി സാറിന്റെ സോം സിനിമയിൽ ഒരു വേഷം കിട്ടി. അത് കഴിഞ്ഞ് അതേപോലെ ഡയറക്ടറാണ് AP സുകുമാരൻ നായർ, ശയനം, ദൃഷ്ടാന്തം, അതിനകത്തൊക്കെ നല്ല വേഷം. പിന്നെ അരവിന്ദ് സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നല്ല വേഷം കിട്ടി. പിന്നെ TV ചന്ദ്രൻ സാറിന്റെ മങ്കമ്മയിൽ നല്ല വേഷം ചെയ്തു. ഇങ്ങനെ കുറെ സിനിമയിലൊക്കെ. പിന്നെ ശയനം, D മധു എടുത്ത സ്നേഹദൂത്, അന്ന് ആ സീനാണ് സഹിക്കാൻ വയ്യാത്ത. അതിനകത്തൊക്കെ നല്ല വേഷം തന്നെ. എല്ലാം അവാർഡ് കിട്ടിയതും എല്ലാ പടങ്ങളും ഇന്ത്യൻ പനോരമയിൽ പോയിട്ടുള്ളതും എല്ലാം. ഈ വേറെ ചോദിച്ചില്ല, ചില്ലകളെന്നും പറഞ്ഞത് ചില്ലകൾ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് ഭരത് ഗോപിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ചങ്ങനാശ്ശേരി ഗീതയിൽ എന്റെ കാമുകയായിട്ട് അഭിനയിച്ച സ്ത്രീയാണ്. അതായത് നേരത്തെ പറഞ്ഞു റോസിലി. ഇതിനകത്ത് എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന. അപ്പോൾ ചില്ലകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അച്ഛനും മകനും തമ്മിലുള്ള ഭരത് ഗോപിയുടെ കൂടെ അഭിനയിക്കാൻ എന്റെ കൈയും കാലും പറിച്ചു. കാരണം എന്തായാലും അദ്ദേഹം പ്രത്യേക ടൈപ്പാണ്. വേണു സാറാണെങ്കിൽ കുഴപ്പമില്ല, ഡാഡാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റിയാലും ഈ എന്നൊക്കെ പറഞ്ഞു. ഇയാളതല്ല. ഇയാൾക്ക് യാതൊരു ആക്ഷനും ഒന്നുമില്ല. ഒരു പ്രത്യേക മനുഷ്യൻ. പക്ഷെ അയാളുടെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ഭാഗ്യം എന്റെ ഗുരുനാഥന്മാരുടെയും ഈശ്വരാനുഗ്രഹവും അച്ഛൻ്റെ അമ്മയുടെ ഗുരുനാഥ അദ്ദേഹത്തിന്റെ കൂടെ. അത് ഈ പത്മകുമാർ സാറിന്റെ ബ്രേക്ക് ഒന്നും വന്നില്ല. ഭരത് ഗോപി ആയിക്കോട്ടെ, അതിന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം തന്നത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ ഞാനങ്ങ് ചെയ്യും, പറ്റില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. ഇത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കൊല്ലാനൊന്നും ഏതായാലും രാധപ്പച്ചേട്ടന്റെ ചില്ലകള്, അതിന്റെ കളക്ഷൻസ് കൂടിയുണ്ട്. അത് ചില്ലകൾ, അതിലെ വേഷം ഭരത് ഗോപിയായിട്ടുള്ള കോമ്പിനേഷൻ നമുക്കൊന്ന് കാണാം. എനിക്ക് വരാന്തലും കടപ്പുറത്തും കിടക്കാൻ പറ്റില്ല. നിനക്ക് പറ്റിയത് അവിടെയൊക്കെ തന്നെയാടാ. എന്നിട്ട് അവളോട് കുടിയിരുത്താനായിരിക്കും. ചെകുത്താന്മാരെ കുടിയിരുത്തുന്നേക്കാളും അതാ നല്ലത്. ഞാൻ ചെകുത്താനാ. പക്ഷെ കൂടുതൽ എന്നെ ചെകുത്താനാക്കിയാല് ഞാൻ അടങ്ങില്ല. എന്താണ് കിടന്ന് തൊള്ള ഓർക്കുന്നേ? രാഘവന്റെ കിടപ്പ് വരേണ്ട എപ്പോഴും സഹിച്ചു. എല്ലാം കൂടി ഇവക്ക് എഴുതി കൊടുക്കാൻ പോവല്ലേ? അതേടാ, ഞാൻ വിൽപ്പത്രത്തിൽ രാവിലെ എഴുതി വെച്ചതെല്ലാം ആലീസിന് ഇവനും കൊടുക്കാൻ തീരുമാനിച്ചു. നിനക്ക് അതിലെന്താ കാര്യം?
ഇവിടെ നിന്നൊരുതുണ്ട് ഭൂമി പോലും ഇവക്കോ ഇവനോ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാഘവ, നീ വേണ്ടത്ത പറയാതെ. എല്ലാരും ധിക്കരിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ നാണം കെടുത്ത് ഇറങ്ങിപ്പോയപ്പം എന്തായിരുന്നു രണ്ടിനും? എല്ലാം നഷ്ടപ്പോ കയറി വന്നിരിക്കുന്നു കുടുംബം കുഴന്നോടാൻ. മഹാഭാവം പറയാതെടാ. അവനില്ലാത്ത സ്ഥിതിക്ക് ഈ വീടും പറമ്പും എനിക്കും എന്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യത്തിലധികം തന്നില്ലേ? വാ തന്നു. എല്ലാം വിറ്റ് മുടിച്ചതല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഏത് ഭാര്യയും മക്കളും ആടാ? എത്ര ദിവസമാണ് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇവള് നാളെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയാലോ? മതി, കൂടുതലൊന്നും പറയണ്ട. തീരുമാനിച്ചത് തന്നെ. ആ എന്നാ എനിക്ക് ചെറുതൊക്കെ തീരുമാനിക്കേണ്ടി വരും. നീ പോടാ. ആറ് ഇപ്പൊ നമ്മളെടുത്ത ചില്ലകളിലെ വ്യത്യസ്തതയാർന്ന നല്ല ഒരു ഭരത്ഗോഡ് മാനായിട്ട് അഭിനയിക്കാൻ കിട്ടിയതിന് പോയെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് അതിനുശേഷമുള്ള യാത്രയൊക്കെ ഒന്ന് പറയും. അതിനുശേഷം പിന്നെ ശയനം, MP സുകുമാരൻ നായരുടെ ശയനം എന്ന പടത്തിൽ, അതും അവാർഡ് സിനിമ തന്നെയാണ്. ബാബു ആന്റണി ഞാനുമാണ് മെയിൻ, കൽപ്പന നായിക. അത് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ബാബു ആന്റണി നല്ലവനും ഞാൻ സാധാരണ വില്ലനായിട്ട് കളിക്കുന്നത്. അത് ഞാൻ അതിനകത്ത് വില്ലൻ ഞാനാണ്. കാരണം അതിനകത്ത് ഞാൻ അറിയാതെ തന്നെ എടുത്തൊരു ഒറ്റയടി വന്നിട്ട് ഞാൻ വെള്ളത്തിൽ പോയി വീണത് ഇന്നും ഓർക്കുന്നുണ്ട്. രണ്ട് സീൻ നല്ല സീൻ തന്നെ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളുപ്പങ്കലം 3 മണിയായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഞാൻ കയറി ഇരിക്കുന്നു കൽപ്പനയുടെ കൂടെ ഇരുന്ന് രാത്രി ആയപ്പോൾ ഇരിക്കണം എന്നുള്ള ഒറ്റക്കറി പുള്ളി വന്ന് കണ്ടപ്പോൾ എന്നെ കാണണം, കുത്തിന് പിടിച്ച്. ബാബു അന്നയുടെ സ്വഭാവം നോക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ കൂട്ടിയിടിയാണ്. ഇടിയില് അദ്ദേഹം എടുത്തൊരു എറിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാണ് വെള്ളത്തിൽ നിന്ന് വീണത്. അത്രയാണ് ഓർമ്മയുണ്ട്. നല്ലൊരു വിഷമമായിരുന്നു. പിന്നത്തെ സ്റ്റണ്ട് സീനിലാണ് എൻ്റെ കയ്യും കാലും ഓടിയുന്നത്. സ്നേഹദൂത് എന്ന സിനിമയില് D. മധു സംവിധാനം ചെയ്ത സ്നേഹദൂത്. അതിനകത്ത് മെയിൻ കഥാപാത്രമാണ്, മെയിൻ വില്ലനുമാണ്. അതിന് ലോറിയിൽ നിന്ന് ചാടി വരുന്നൊരു സീനുണ്ട്. എന്നിട്ട് മാഫിയ ശശിയാണ്. അപ്പൊ അതിൽ ഇടി സീനില് എന്റെ കൈയും കാലും ഓടിയാണ് അവിടെ വെച്ചിട്ട്. അദ്ദേഹമാണ് പഠിപ്പിക്കണത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ നിർഭാഗ്യം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ഉയർന്നിങ്ങനെ നിൽക്കുമ്പോ ഒപ്പം ഒരു സാധനം എന്റെ പുറകെ വരും. 2 സാധനം തന്നെ ഞാനിങ്ങനെ ഉയർന്നു പോകുമ്പോ എന്റെ ഒപ്പം തന്നെ വേറൊരു സാധനം വന്നു. അപ്പൊ ആ നിർഭാഗ്യം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഇന്നും അങ്ങനെ തന്നെ പോണത്. അപ്പൊ ഈ സമയത്തെല്ലാം വേറെയും പടത്തിലൊക്കെ അഭിനയിക്കാൻ അവസരം ഉണ്ടായി കാണുമല്ലോ. ഉണ്ടല്ലോ, നിൽക്കുമ്പോഴേക്കും ഇഷ്ടംപോലെ കിട്ടി. അതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ദയയില് കിട്ടി. ദയയില് ഇവിടെ രാജസ്ഥാനിൽ പോണം. മറ്റേ മഞ്ജു വാര്യരൊപ്പം അഭിനയിക്കും. വാസുദേവ സാറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ ദയാണെന്ന് തോന്നുന്നു. വേണു ഡയറക്ട് ചെയ്യുന്നു. കാരണം വേണു സാർ എന്നെ വിളിക്കാൻ കാര്യം, വേണു സാർ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൽ ഒരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വേഷം ചെയ്തിട്ടുണ്ട്, പേരോർമ്മയില്ല. അങ്ങനെ വേണു സാർ എന്നെ ഇഷ്ടപ്പെട്ടു, ക്യാമറമാൻ വേണു ഇഷ്ടപ്പെട്ടു. അദ്ദേഹം രാജസ്ഥാനിലേക്ക് വിളിക്കുന്നു. പക്ഷെ പോയില്ല. പിന്നെ അതിനുശേഷം പിന്നെ കാര്യം വെച്ചുകൊണ്ട് പോയ സിനിമകളുണ്ട്. വേണുചേട്ടനായിട്ടുള്ള നെടുമുടി വേണുചേട്ടനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പിന്നീട് പോകുന്നത് വെച്ചാൽ, വേണു സാറിന്റെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാടകക്കാരനാണ്. പിന്നെ അദ്ദേഹം ഇഷ്ടം പോലെ ചാൻസ് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അദ്ദേഹം പൂരത്തിൽ നല്ല വേഷം തന്നു. ഒരു ദിവസം വീട്ടിൽ കയറി ചെല്ലുവാണ്. ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത് ശരിമാറി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. നല്ല മനസ്സില്ല. അപ്പോൾ ഒരു പെണ്ണ് മോളിൽ നിന്ന് ഇറങ്ങി വേണ്ടി അവൾ എന്നെ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു, ചിരിക്കണൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കലങ്ങിയാണ്, എന്താ സംഭവം? അവൾ ഓടി വന്ന്. അപ്പൊ വേണു സാർ എന്നെ ചോദിച്ചു, ഇത് ഇവിടെ അറിയാമെന്ന് ചോദിച്ചു, കുരുത്തക്കെട്ട് ഇവിടെ അറിയാമെന്ന് ചോദിച്ചു. അവിടെ പഠിക്കാനെന്ന് പറഞ്ഞു. അയ്യോ എനിക്കറിയാം സാറേ എന്ന് പറഞ്ഞ ഇയാളെ നല്ല പേര്. ഞങ്ങളവിടെ നല്ല കമ്പനിയാണ്. ഇവിടെ ഗ്യാങ് ഉണ്ട്. എല്ലാവരും ആദ്യം മറിയില്ല. എന്റെ പുറത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേ പിച്ച് ചെയ്യാൻ തല്ലിയൊക്കെ ചെയ്യും. അപ്പൊ ഇവരൊക്കെ അവിടെ അപ്പൊ ഒന്നുകൂടി നമ്മൾ ക്ലോസ് ആയി. അങ്ങനെ അദ്ദേഹം എനിക്ക് ചാൻസ്, അദ്ദേഹമാണ് സംഭവനത്തിൽ തന്നെ അവൻ ചെയ്യുമെന്ന് പറഞ്ഞതും. ശ്രീനിവാസൻ ചെയ്യേണ്ട വേഷമാണ് സംഭവനത്തിൽ. ശ്രീനിവാസൻ ചെയ്യേണ്ട വേഷം ശ്രീനിവാസൻ വന്നില്ല. അങ്ങനെ അവൻ ചെയ്യൂലേ, അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ധാരാളം സപ്പോർട്ട്. പിന്നെ ഞാൻ ചെന്ന് വീണതല്ല, ഇവരുടെ
ഇവരുടെ പാത്രത്തിനകത്ത് ഞാൻ വീണു. ആ, ആ, ആ. അതെന്റെ വളർച്ചയായി. അതെ അതെ അതിനുള്ള പ്രചോദനം കിട്ടിയത് എന്റെ ഗുരുവിൽ നിന്ന് തന്നെ. അതെ അതെ തീർച്ചയായും. നമുക്ക് ഇപ്പോൾ ഏതായാലും ആ സ്നേഹരൂപിലെ ഈ ആക്സിഡന്റ് ടൈം കാര്യങ്ങളൊക്കെ കൂടിയുള്ളത് നമുക്ക് അതിന്റെ ക്ലിപ്പിംഗ്സ് ഉണ്ട്. ഏതായാലും അത് നമുക്ക് ആ രംഗം നമുക്ക് പ്രേക്ഷകർക്കായി ഒന്ന് കാണാം. ഈ ഭാഗത്താണ് ഈ അപകടം, ചാടി ഇറങ്ങുന്ന രംഗത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അല്ല, ചാടി ഇറങ്ങുന്നതും സ്റ്റണ്ടും ഒക്കെ കാലുമടക്കി അടിച്ചു. അതൊക്കെ അസ്ഥാനത്ത് കൊള്ളുക, നേരെ അടികൊണ്ട് ശീലമില്ല. അല്ല ഇതെല്ലാം പെട്ടെന്ന് ഒഴിയലും കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്റ്റണ്ട് മാസ്റ്റർ അവര് തന്നെ പഠിപ്പിക്കണം, അവര് തന്നെ ചെയ്യണം. ചെറിയ വ്യത്യാസം ഉണ്ടായത് അടി കിട്ടും. അടി കിട്ടും എന്ന് പറഞ്ഞാൽ അതിപ്പോ പ്രഗത്ഭരായ പല താരങ്ങൾക്കൊക്കെ അങ്ങനെ കൈകൊണ്ട് അടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മയമില്ല. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ അതിന് ബാബു തന്നെ കാണിച്ചത്. പക്ഷെ അയാൾ വേറെ ചെയ്യില്ല. അതെ അതെ. അല്ല അത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ അത് നമ്മള് ഈ സംഭവത്തിൽ ഗോപി എന്നെ ചവിട്ടറുണ്ട്, ഗോപിയല്ല മുരളി സാറിന്റെ ചവിട്ടറുണ്ട്, ചവിട്ട് എന്റെ ചെവി മുറിഞ്ഞു പോകും. ആ ഇടയ്ക്കാണ് നേരത്തെ ഡെവലപ്പ് പറഞ്ഞ KPC ചോദിച്ചില്ലേ, എലിസിന്റെ ചോദിച്ചു ഇതിനെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി വന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാനും വന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. സന്തോഷം കൂടെ പറഞ്ഞതാ. ഈ റോള് ചെയ്യൂല ഒരാള്, ശ്രീനിവാസൻ ചെയ്യും. പിന്നെ ഇത് ആര് ചെയ്ത് എങ്ങനെ കിട്ടിയതിനെന്ന് ചോദിക്കണം. എനിക്ക് ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു, മൂക്കട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ കരയാണ് ഒട്ടിരിപ്പില്. ഇത് എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന് സന്തോഷം കൊണ്ട് ചോദിച്ചാണ്. ചേച്ചി ഞാൻ ചേച്ചി വന്ന നേരത്തെ തന്നെയാണ് ചേച്ചി ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ധരിച്ചത് ഞാൻ റിബലായിട്ടാ ചിന്തിച്ചത്. അല്ല ഇത് ചെയ്യാൻ പറ്റാതെ അല്ലല്ല, ഇഷ്ടപ്പെട്ടു ഇതിന് നട്ടപ്രവയിലെത്ത്. അതുപോലെ സ്വരൂപം, കെ.ആർ. മോഹൻ സാറിന്റെ സ്വരൂപമുണ്ട്, അത് പറയട്ടെ. അതറിയാം, അതൊരു രസകര സംഭവം. സ്വരൂപം കെ.ആർ. മോഹൻ സാർ വന്നത് അക്കാദമി ചെയർമാൻ മോഹൻ സാറിന്റെ അവാർഡ് കിട്ടിയ സിനിമയാണ്. സ്വരൂപത്തിൽ അഭിനയിക്കണം, തെങ്ങേറ്റക്കാരനായിട്ട്. തെങ്ങേറ്റ അഭിനയിക്കണം. അപ്പൊ ആ തെങ്ങ് കയറണമല്ലോ, കുറച്ചെങ്കിലും കയറണമല്ലോ, അതിന്റെ ബാക്കിയെല്ലാവരും കാണിക്കാൻ പറ്റുള്ളൂ. ഇനി കയറാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കയറാം സാറേ എന്ന് പറഞ്ഞു. വീട്ടിലറിയില്ല, ഈ ഇത് കിട്ടുന്ന ഇനി കയറുക എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ 2-3 സ്റ്റെപ്പ് ഞാൻ കയറി. ഇനി ഞാൻ കയറിയാൽ തീട്ടിയാൽ എല്ലാം ഉരയും, ആകെ അവതാളത്തിലാകും, വീട്ടിൽ വന്ന പണിയാവും. എന്തായാലും ഞാൻ കയറിയിട്ട് 10 കഴിഞ്ഞ് വേറെ അടുത്ത ആൾ കയറി. പക്ഷെ ആ ഷോട്ട് ഇഷ്ടപ്പെട്ടു ക്യാമറ. കാരണം ഞാൻ കയറാനുള്ള ഇല്ലെങ്കിൽ ഞാൻ കയറാൻ പോവാം. അയ്യോ തെങ്ങുമ്പോ ഇങ്ങനെ കയറും. ഞാൻ കയറാൻ സാറെന്ന് പറഞ്ഞ് ഒരു 6 ഇത്രയും വരെ ഞാൻ കയറി. ഡെയിലി പ്രാക്ടീസാണ്. കയറി അവിടം വരെ ഇറങ്ങി കിഴപ്പോട്ട് വന്നപ്പോഴാണ് ഉറഞ്ഞത്. അവിടെയൊക്കെ ഉറങ്ങി അതെടുക്കില്ല. അതൊക്കെ നല്ല റോളുകളാണ്. അങ്ങനെ ശ്രീനിവാസിന്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചില്ലേ? അതെ തീർച്ചയായും. അല്ല അത് വലിയ ഗുണമാണ്. ഇപ്പൊ ഇടക്കൊച്ചിയിൽ വെച്ച് രാധപ്പഞ്ചേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പ്രഗത്ഭരായ താരങ്ങളുടെ കൂടെ ഇന്ന് നാടകരംഗത്തായാലും സിനിമാ രംഗത്തായാലും രാധപ്പഞ്ചേട്ടൻ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഇടക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാഗ്യമാണ്. പിന്നെ അല്പം നിർഭാഗ്യം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് അറിവിൽപ്പെട്ടിടത്തോളം അനാവരണം എന്ന പടത്തിന്റെ ആ സെറ്റും അത് തന്നെയാണ്. സത്താറിൻ അഭിനയിക്കേണ്ട ആവേശവും നല്ല റോളാണ്. പക്ഷെ അന്നൊരു കണ്ണിക്കേടോ അല്ലെ ഷൂട്ടിങ് ഒന്നാം മാനം പൂമാനം ആ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുക. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോഴ കണ്ണിൽ നിന്നൊക്കെ മഞ്ഞ നിറം, കണ്ണൊക്കെ ചുമന്ന്
അങ്ങനെ നേരെ നമ്മൾ വിടുകയാണ് നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പൊ ഈ എന്റെ ഒപ്പം ഇതുണ്ട്. ഞാൻ എവിടെ പോയാലും കഷ്ടകാലം ഉണ്ട് വീട്ടിലുണ്ട്. നല്ല കാലമുണ്ട്, കഷ്ടകാലം. എന്നെ കൊണ്ടിങ്ങനെ പോയി. ഏതായാലും ദൈവാധീനത്താൽ കേരളം അറിയപ്പെടുന്ന രീതിയിൽ രാധാകൃഷ്ണന്റെ വളർച്ചയുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാല് ഒരു 10 പേര് 10 ദിശയിൽ ചെന്നാൽ അറിയും. അത് വലിയൊരു കാര്യം തന്നെയാണ്. നേടിയെടുത്തതാണ്, ആർജിച്ചെടുത്തതാണ്. അത് ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കുടുംബാംഗങ്ങളുടെ സഹായവും ഒക്കെ ഉണ്ടായിട്ട് കൂടിയാണ്. അതായത് രാധപ്പൻ ചേട്ടന്റെ ഇപ്പോഴത്തെ ഈ റിട്ടയർമെന്റ് ജീവിതത്തിനിടയിൽ ഒരു നല്ല ക്ലാസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ, അല്ലേ? ആ സ്ഥാപനം ഒരു ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെന്നാ അതിന്റെ പേരിട്ടിരിക്കുന്നത്? ഗൗരികൃഷ്ണ. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്റെ അനിയന്റെ മോളെല്ലാം അവിടെ പഠിക്കുന്നത്. അപ്പൊ രാധപ്പൻ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുരുവിന്റെ സന്നിധിയിൽ നിന്നാണ് പഠിച്ചത്, വി എം ബാലൻ മാസ്റ്ററുടെ അടുത്ത്, അല്ലേ? അപ്പൊ അതിന്റെ ആ കരവിരുതെല്ലാം രാധപ്പൻ ചേട്ടന് സിദ്ധമാണ്. എന്റെ അനിയന്റെ മോള് പറഞ്ഞു. അപ്പൊ രാധപ്പൻ ചേട്ടൻ അങ്ങനെ കുറെ സ്റ്റുഡൻസ് ഇപ്പൊ ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. രാധപ്പൻ ചേട്ടൻ മറ്റൊരു പ്രത്യേകത ചിത്രകല അഭ്യസിക്കാൻ താല്പര്യരായ കുട്ടികളുണ്ടെങ്കിൽ ഗൗരികൃഷ്ണ എന്ന ഈ സ്ഥാപനം വലിയ പ്രതിഫലത്തിന്റെ ആധിക്യമൊന്നുമില്ല. ചുരുങ്ങിയ ലെവലിലൊക്കെ നിങ്ങളുടെ മക്കളെ വേണ്ട രീതിയിലൊക്കെ ഉയർത്താൻ അദ്ദേഹം വിചാരിച്ചാൽ നടക്കും. അത്രയ്ക്ക് സിദ്ധിയുണ്ട്. ഇപ്പൊ അഭിനയ രംഗത്തേക്ക് ഒന്നും ഇല്ലെങ്കിലും ചിത്രകലയിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയകരമായിട്ട് ഇടക്കൊച്ചി നടന്നു പോവാണ്. അപ്പൊ അതിനുള്ള താല്പര്യരായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇടക്കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. ഇനി രാധപ്പൻ ചേട്ടന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഭംഗിയായി നടക്കുന്നു. വൈദ്യരുടെ ഈ അടുത്ത് അനുസ്മരണം എല്ലാം കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് ജനങ്ങളുടെ വലിയ സാന്നിധ്യത്തോടു കൂടിയാണ് നടന്നത്. കൈമൾ മാസ്റ്ററും അല്ല മാഷ അവിടെ വൈദ്യരെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ വൈദ്യശാലയും കാര്യങ്ങളൊക്കെ ആരാ നടത്തിക്കൊണ്ടുപോകുന്നത്? എന്റെ അനിയന് രാജേന്ദ്രൻ. അച്ഛനുള്ളപ്പോ തന്നെ ചികിത്സിക്കാൻ തുടങ്ങി. അതൊരു നല്ല സ്ഥാപനമാണ്. തലമുറയായിട്ട് അങ്ങനെ പോരുകയാണ്. ഈ വൈദ്യസിദ്ധിയും കാര്യങ്ങളൊക്കെ തലമുറയായിട്ട് കൊണ്ടുപോവുക. ഇപ്പോഴും ഒരുപാട് രോഗികൾ. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ തന്നെ നല്ല അധ്വാനമാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. മകനോട് ഇപ്പോ പഠിക്കുന്നു, മറ്റേ +2 ചേരാൻ പോണു. ഇപ്പൊ സ്കൂളിൽ മറ്റോ ജ്ഞാനോദയം സഭയില് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ? ചിത്ര ഇത് പഠിപ്പിക്കുന്നില്ലേ പബ്ലിക് സ്കൂളില്? വീട്ടിലെ അംഗങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പൊ അനിയന്റെ രാജേന്ദ്രൻ, പിന്നെ നരേന്ദ്രൻ, എന്റെ ഇളയ അനിയൻ നരേന്ദ്രൻ. അപ്പൊ 3 പേരാണ് സഹോദരങ്ങള്. ഞങ്ങള് 3 പേരും ഒരു പെണ്ണ് വത്സല ആലുവയിൽ താമസിക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞു 2 മക്കൾ, 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഒരാണ് അച്ഛന്റെ ജോലി കിട്ടി ബോംബെയിലാണ്. അവൻ ചിത്രകാരനാണ്, പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പൊ ബോംബെയിലുണ്ട്. അതൊക്കെയാണ് കുടുംബം. നരേന്ദ്രൻ അവൻ അപ്പോളോ ടൈൽസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പൊ ഒരു മകൻ ആയുർവേദ ഡോക്ടറായിട്ട് കർണാടകയിൽ പഠിക്കുന്നു. ഒരാള് +2 പഠിക്കുന്നു. നരേന്ദ്രൻ ജോലിയൊക്കെ ഉണ്ടല്ലോ അപ്പോളോ ടൈൽസിൽ. ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു ഒരു അനുസ്മരണ പരിപാടി ദീപം ആർട്സിന്റെ അവിടെ. അത് വൈദ്യരുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ 10-40 പേര് 10 കലാകാരന്മാരും 10-30 രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു നല്ല പരിപാടിയായിരുന്നു അവരൊരുക്കിയത്. അപ്പൊ ആ ചടങ്ങിൽ നരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് കുടുംബവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും ഈ കലാജീവിതത്തിനിടയിൽ ഓർമ്മിക്കത്തക്ക ഒരു സംഭവം, സന്തോഷകരമായ മുഹൂർത്തവും ദുഃഖകരമായ മുഹൂർത്തവും ഒക്കെ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ സമൂഹം എന്ന സിനിമ സരിത സവിത സംഗീതയിൽ കളിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണു നിറയെ കാണാൻ കഴിഞ്ഞു. അത് സന്തോഷം ജീവിതത്തില്. ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് അവരെന്നെ കണ്ടില്ല. ഒരു സിനിമയിൽ അത് ചെറിയ റോളല്ല, നിറഞ്ഞ സ്ക്രീനിൽ അഭിനയിക്കുന്ന എന്റെ അമ്മയ്ക്കും അച്ഛനും ഒന്ന് കാണാൻ സാധിച്ചല്ലോ. പിന്നെ എന്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ എന്റെ ഗുരുക്കന്മാർ സാധിച്ചു. അത് ഞാൻ അഭിനയ ജീവിതത്തിൽ സാധിച്ചു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണാം. അതെ, നിർഭാഗ്യം അവിടെ നിൽക്കട്ടെ. ഉണ്ടല്ലോ, ഏതായാലും ഭാഗ്യം തുറക്കും. ഇനിയിപ്പോ അഭിനയ രംഗത്തൊക്കെ ഇല്ലെങ്കിലും രാധപ്പൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിനയകലയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒപ്പം ഒക്കെ അതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും രാധപ്പൻ ചേട്ടന്റെ ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ, ചിത്രകല മുതൽ അഭിനയം മുതൽ സിനിമ, സീരിയൽ, അങ്ങനെ കുറെ അനുഭവങ്ങൾ, വളർച്ചയും തളർച്ചയും ഒക്കെ അവതരിപ്പിച്ചു പ്രേക്ഷകർക്കായി. അവരെല്ലാം സശ്രദ്ധം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രാധപ്പൻ ചേട്ടൻ. അന്നത്തെ സുമുഖനായ സുന്ദരനായ രാധപ്പൻ ചേട്ടന്റെ ഈ രൂപത്തിൽ കാണുമ്പോഴേക്കും അവർക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ കാണാൻ സൗന്ദര്യമുള്ളപ്പോ ജോലി ചെയ്തു. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇനിയിപ്പോ ഒരു ആഗ്രഹമുള്ളത് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാന്നുള്ളത്. അതൊക്കെ പോകാൻ പറ്റില്ല. ഇനിയും കുറെ കാര്യങ്ങൾ അതൊരു വലിയൊരു ആഗ്രഹമാണ്. എത്രയാണ് പെൻഷൻ കാശൊക്കെ കിട്ടുന്നുണ്ട്.
ഇപ്പൊ ഗവൺമെന്റ് പെൻഷൻ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് കലാരംഗത്തെ പെൻഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഉള്ളത് കൊണ്ടൊക്കെ സന്തോഷകരമായി ജീവിക്കട്ടെ. എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും നേരുകയാണ്. ഇത്രയും നേരം ചാനലിന് വേണ്ടി രാധപ്പച്ചേട്ടനെ അനുവദിച്ചു വന്ന സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദി പറയുക. എനിക്കും പറയാനുണ്ട്. ആയിക്കോട്ടെ, പ്രേക്ഷകരോട് പറഞ്ഞു എന്തൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ആദ്യമായിട്ട് വന്ന് പിന്നെ ഇതിനു വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ച സലീം കുമാറും ഈ ചാനലിലെ എല്ലാ ആൾക്കാരോടും പ്രേക്ഷകരോടും പിന്നെ ഇവിടെ എന്നെ കൊണ്ട് എത്തിച്ച എല്ലാവരോടും, എൻ്റെ ഒരു ഈശ്വരനോട് പോലും, കാരണന്മാരോടും അച്ഛനോടും അമ്മയോടൊക്കെ, പ്രത്യേകിച്ചും എൻ്റെ ഒരു സുഹൃത്ത് നിലയിൽ സലീം കുമാറിനോടും കൈമളിനോട്, ജോസഫ് പരേരോട്, പിന്നെ അങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ല. ഇവർക്ക് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഒപ്പം എന്നെ സിനിമയിലേക്ക് പത്മകുമാർ സാറ്, ധർമ്മൻ ചേട്ടൻ, എൻ്റെ ഗുരുവും എൻ്റെ ദൈവവും എല്ലാമായ ധർമ്മൻ ചേട്ടൻ. കാരണം അവിടെ നിന്ന് കിട്ടിയ നമുക്കൊരു പാഠം, ഒരു ദക്ഷിണ, ഒരു ഭയങ്കര കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് എല്ലാം എനിക്ക് എന്തെല്ലാമോ കിട്ടിയോ അതെല്ലാം, അതിനൊക്കെ നന്ദിയുണ്ട്. നമസ്കാരം. ഓക്കെ, നമസ്കാരം.